ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പഠിച്ചെടുത്ത എവിടെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പഠിച്ചെടുത്ത പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചായിരുന്നു അല്ലേ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ടാണ് കാര്യം പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ പഠിച്ചത്. എന്നാലും പ്ലാന്റ് സെല്ലിലേക്ക് പോകുമ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ പുറത്തൊരാശയമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത്. ഇറ്റ്സ് കാൾഡ് സെൽ വാൾ. ഓക്കെ, സെൽ വാൾ ആർക്കൊക്കെ ഉള്ളത്? അനിമൽസിനില്ല അല്ലേ. ബാക്കി എല്ലാ പ്ലാന്റ് സെല്ലിനുണ്ട്, ബാക്ടീരിയകൾക്കുണ്ട്, ഫംഗസുകൾക്കുണ്ട്. പ്രോട്ടിസ്റ്റയിൽ തന്നെ സെൽ വാൾ ഉള്ള മെമ്പേഴ്സും സെൽ വാൾ ഇല്ലാത്ത മെമ്പേഴ്സും ഉണ്ട് അല്ലെ. പ്രോട്ടിസ്റ്റയിൽ തന്നെ, അതായത് ക്രൈസോഫൈറ്റ്സിലുണ്ട്, ഡിനോഫ്ലാജിലേറ്റ്സ് ഉണ്ട്, യൂഗ്ലിനോയിഡ്സ് ചെല്ലുമ്പോഴത്തേക്ക് പെല്ലിക് എന്ന് പറയുന്ന സെൽ വാൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടതായിട്ട് സെൽ വാളില്ല. ഏതൊക്കെയാണ്? പോറോസോവൻസ് എന്ന ഭാഗത്തിനകത്തൊന്നും പിന്നെ സെൽ വാളില്ല. ഇതിന് സെൽ വാൾ നമ്മൾ പ്ലാന്റ് സെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഇനിയിപ്പം കിങ്ഡം പ്ലാന്റിലേക്ക് കടന്ന് ഉള്ള സെൽ വാളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. യൂക്കാരിയോട്ട് സെല്ലിനെ കുറിച്ചാണ്, പ്ലാന്റ് സെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, സോ സെൽ വാളെന്ന് പറയും അല്ലേ. അപ്പൊ ഇത് നോൺ ലിവിംഗ് ആണോ ലിവിംഗ് ആണോ? ഇറ്റ്സ് എ നോൺ ലിവിംഗ് ബൗണ്ടറി ഓഫ് പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിന്റെ നോൺ ലിവിംഗ് ആയിട്ടുള്ള ബൗണ്ടറി ആണ് സെൽ വാൾ. നമുക്ക് ഇറ്റ് ഇസ് നോൺ ലിവിംഗ് റിജിഡ് ഔട്ടർ ടു പ്ലാസ്മ മെംബ്രെയിൻ. നോൺ ലിവിംഗ് ആണ്, റിജിഡ് ആണ്, പ്ലാസ്മ മെംബ്രെയിൻ പുറത്താണ് കാണുന്നത്. ഇതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ഇതിന് പുറത്തുള്ള ഒരു റിജിഡ് കവറിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് എ മെംബ്രെയിൻ, ഇറ്റ്സ് എ റിജിഡ് കവറിംഗ് ആണ്. ഇറ്റ്സ് കാൾഡ് പ്ലാസ്മ മെംബ്രെയിൻ വിച്ച് ഗീവ് ഷേപ്പ്, ദെൻ റിജിഡിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി. എന്ത് കൊടുക്കും ഇതെല്ലാം? ഒരു സെൽ വാളിന്റെ ഷേപ്പ് എന്താണോ അതായിരിക്കും സെല്ലിന്റെ ഷേപ്പ്. കണ്ടോ, ഇങ്ങനെയാണ് സെൽ വാളിന്റെ ഷേപ്പ് എങ്കിൽ സെൽ ഷേപ്പ് എങ്ങനെയായിരിക്കും? മുട്ടയുടെ തോടാണ് മുട്ടയ്ക്ക് ആകൃതി കൊടുക്കുന്നത് പറഞ്ഞത് അല്ലേ. മുട്ടയുടെ തോടാണ് മുട്ടയ്ക്ക് ആകൃതി കൊടുക്കുന്നത്. മുട്ട തോടങ്ങ് അരിഞ്ഞു പോയാൽ മുട്ടയുടെ ഷേപ്പ് എന്തായാലും അറിയാം. നിങ്ങൾ മുട്ട എടുത്തിട്ട് വിനാഗിരിയിൽ ഇട്ട് വയ്ക്കുക, മുട്ടത്തോടങ്ങ് അരിഞ്ഞു പോകും. വിനീഗർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുക. അതൊരു കാര്യം ബലൂണാത്ത് വെള്ളം നിറച്ചാൽ നമുക്ക് വളർന്നാൽ അതിന്റെ ഷേപ്പ് ഒന്നും. അപ്പോൾ മുട്ടയ്ക്ക് ഷേപ്പ് കൊടുക്കുന്ന മുട്ടത്തോടെന്ന് പറയുന്നത് പോലെ പ്ലാന്റ് സെല്ലിന് ഷേപ്പ് കൊടുക്കുന്നത് സെൽ വാൾ ആണ്. സോ ഇറ്റ് ഗിവ് ഷേപ്പ്, റിജിഡിറ്റി, ഹാർഡ്നെസ്. മുട്ടയ്ക്ക് ഹാർഡ്നെസ് കൊടുക്കുന്നില്ല, റിജിഡിറ്റി കൊടുക്കുക. ആൾസോ പ്രൊട്ടക്ഷൻ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി. സെൽ വാള് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. മെക്കാനിക്കൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചെടിയുടെ ഇലകളൊക്കെ അങ്ങോട്ട് ആടുന്നുണ്ടല്ലേ, അപ്പോഴൊക്കെ സെല്ലുകൾക്ക് മുറിവ് പറ്റും. പക്ഷേ ഈ സെൽ വാൾ ഉള്ളതിന് മുറിവ് പറ്റത്തില്ല. ആൾസോ പ്രൊട്ടക്ഷൻ ഫ്രം ഇൻഫെക്ഷൻ ബാക്ടീരിയ പോലെയുള്ള പാത്തോജനുകൾ അകത്തേക്ക് പ്രവേശിക്കാതെ തടയും. ഇതൊരു പെർമനന്റ് മെംബ്രെയിൻ ആണെങ്കിലും ബാക്ടീരിയ പോലുള്ള വസ്തുക്കളൊന്നും കടന്നു പോകത്തില്ല. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് ആൾസോ പ്രിവെന്റിംഗ് ഫ്രം ഇൻഫെക്ഷൻ. ആൾസോ ഇറ്റ് ഈസ് സെൽ ടു സെൽ ഇന്ററാക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിന്റെ സെൽ വാളും ഒന്ന് തന്നെയാണ്. ഇറ്റ് ഈസ് കോമൺ ഇല്ലേ. ഈ സെല്ലിനെ ഈ സെല്ലിനെ ഇന്ററാക്ട് ചെയ്യുന്നത് ഈ സെൽ വാളാണെന്ന് അർത്ഥം. സോ then barrier to the undesirable macromolecules to enter. വലിയൊരു മോളിക്കൂൾ വരുമെന്ന് വെച്ചോളൂ, ഒരു മാക്രോ മോളിക്കൂൾ ആണ്. ഇത് അകത്തോട്ട് കിടക്കുന്നത് തടയും. ഇത്രയാണ് ഇതിന്റെ ഫങ്ഷൻസ്. ഓരോ പോയിന്റുകളാണ് പറഞ്ഞു എന്നേ ഉള്ളൂ. പൊതുവെ ഞാൻ പറയാം. ഒന്ന്, ഇറ്റ് ഇസ് നോൺ ലിവിംഗ് റിജിഡ് ഔട്ടർ കവറിംഗ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മാവിന് പുറമേ കാണപ്പെടുന്ന ഒരു നോൺ ലിവിംഗ് ഔട്ടർ കവറിംഗ് ആണ്. ഓക്കെ, then അതിന്റെ പ്രത്യേകത ഗിവ് ഷേപ്പ്, ഇറ്റ് ആൾസോ ഗിവ് റിജിഡിറ്റി, ഇറ്റ് ആൾസോ ഗിവ് പ്രൊട്ടക്ഷൻ, ഇറ്റ് ആൾസോ പ്രിവെന്റിംഗ് മെക്കാനിക്കൽ ഇഞ്ചുറി, then infection from pathogen, also giving cell to cell interaction and barrier എന്ന് വെച്ചാൽ അതിർത്തി, തടസ്സം, to undesirable macromolecules to enter. അകത്തേക്ക് പ്രവേശിക്കാനുള്ള മാക്രോ മോളിക്യൂൾ എന്തെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാൻ വന്നാൽ അതിനെ തടയുന്നു. വീടിന് ഭിത്തി പോലെ അല്ലെ, വീടിന് ഭിത്തി എന്ന പോലെ, അല്ലെങ്കിൽ പറമ്പിന് മതിലെന്ന പോലെ എന്തെങ്കിലും അകത്തോട്ട് കടക്കാൻ വന്നാൽ തടയുന്നത് പോലെയാണ് സംഭവം. These are the points to be remembered. Then സെൽ വാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആൽഗൽ സെൽ വാളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആൽഗൽ സെൽ വാൾ ഇതൊക്കെ വരയ്ക്കണ്ട, ഞാൻ വേറെ വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ സെൽ വാളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആൽഗയെ കുറിച്ച് പഠിച്ചാൽ അല്ലേ. ആൽഗയുടെ സെൽ വാളിൽ നിന്നാണ് ഔട്ടർ സെല്ലുലോസ്, ഔട്ടർ ഇന്നർ സെല്ലുലോസ്. ഇനി ഔട്ടർ എന്തൊക്കെയാണ്? ഗ്രീൻ ആൽഗ ആണെങ്കിൽ ഔട്ടർ കാണുന്ന വസ്തു എന്തൊക്കെയാണ്? സ്പെക്ടോസ്, then ആൽജിൻ, then പോളിസൾഫേറ്റ് എസ്റ്റർ. ഇതോടെ പഠിച്ച് ആൽഗ പഠിച്ചപ്പോൾ ഗ്രീൻ ആൽഗ ആണെങ്കിൽ ഇന്നർ സെല്ലുലോസ്, ഔട്ടർ പെക്ടോസ് അല്ലെ. ബ്രൗൺ ആൽഗ ആണെങ്കിൽ ഇന്നർ സെല്ലുലോസ്, ഔട്ടർ ആൽജിൻ.
അങ്ങനെയല്ലേ? റെഡ് ആകെങ്കിൽ ഇന്നർ സെല്ലുലോസ് ഔട്ടർ പോളിസൾഫേറ്റ് എസ്റ്റർ ഇങ്ങനെ പഠിച്ചു ഓർമ്മയുണ്ടോ? എന്നാൽ ഇത് കൂടാതെ വേറെ ചില വസ്തുക്കൾ കൂടി സെൽ വാളിലുണ്ട്. അത് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എൻട്രൻസ് എന്താ ചോദിക്കും? എൻട്രൻസ് ചോദിക്കുമ്പോൾ സെൽ വാളിനകത്തുള്ള വസ്തു താഴെ പറയുന്ന ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്ലാന്റ് സെല്ലിൽ പഠിച്ച കാര്യങ്ങളല്ല ഇവിടെ പറയേണ്ടത്, അല്ല ആൽഗയെ കുറിച്ച് പഠിച്ചപ്പോൾ പറയേണ്ട കാര്യങ്ങളല്ല പറയേണ്ടത്. ഈ കാര്യങ്ങൾ ഓർത്തണം. അപ്പൊ ഓർത്തോളൂ. ഇൻ ആൽഗ ഇന്നർ ടു അല്ലെങ്കിൽ അതർ ദാൻ സെല്ലോസ് കൂടാതെ പിന്നെ എന്തുകൊണ്ട് നോക്കിക്കോളൂ. ഇറ്റ് കണ്ടെയ്ൻസ് ഗാലക്ടൻസ് പ്ലസ് മനാൻസ് പ്ലസ് കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ സെല്ലുലോസ്, ഗാലക്ടൻസ്, മനാൻസ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ് ഇത് എൻട്രൻസ് പോയിന്റ് ആണ്. നിങ്ങൾ ആൽഗയെ കുറിച്ച് പഠിച്ചിടത്ത് ആ ചാർട്ട് വെച്ചാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്താണ്? ഇന്നർ സെല്ലോസ്, ഗ്രീൻ ആൽഗയാണ് ഔട്ടർ പെക്ടോസ്, ബ്രൗൺ ആൽഗയാണെങ്കിൽ ഇന്നർ സെല്ലോസ് ഔട്ടർ ആൽജിൻ, റെഡ് ആൽഗയാണ് ഇന്നർ സെല്ലോസ് ഔട്ടർ പോളിസൾഫേറ്റ് എസ്റ്റർ. ഇങ്ങനെ പഠിക്കത്തുള്ളൂ. എന്നാൽ ഇങ്ങനെയല്ല, ഏത് ആൽഗയാണെങ്കിലും ഇങ്ങനെ കൂടിയുണ്ട് എന്നിപ്പോ തന്നെ പഠിച്ചോണം. എൻട്രൻസ് എന്താണ്? സെല്ലോസ് പ്ലസ് ഗാലക്ടൻസ് പ്ലസ് മനാൻസ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ്. അപ്പോ താഴെ പറയുന്നതിൽ ആൽഗയുടെ സെൽവാൾ മെറ്റീരിയൽ അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും സെൽവാൾ മെറ്റീരിയൽ അല്ലത് പഠിച്ചിട്ടില്ലെന്ന് പറയരുത്. ഇത് അതിനകത്ത് തോന്നിക്കും. മനസ്സിലായി? ഇതെല്ലാം അണ്ടർസ് പോയിന്റ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് പ്ലാന്റ് സെല്ലോസ് അല്ലെങ്കിൽ സെൽവാൾ എന്തൊക്കെ പറയാം. ഈ പ്ലാന്റ് സെൽവാൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? സെല്ലോസ് ഉണ്ടായിരിക്കും പ്ലസ് ഹെമി സെല്ലുലോസ് പ്ലസ് പെക്റ്റിൻ പ്ലസ് ലിഗ്നിൻ പ്ലസ് ഇതിനകത്ത് പ്രോട്ടീൻ വരെ കാണും. ഇത് കൂടാതെ സൂബറിൻ എന്നൊരു വസ്തു കൂടെ കാണും. സൂബറിൻ എന്നൊരു വസ്തു. ഇത് ഇനി പറയാത്ത വേറൊന്നും വേണമെങ്കിൽ പറയാം. എന്തായാലും കാസ്പെറിൻ, ലിഗ്നിൻ എന്ന് വേണമെങ്കിൽ പറയാം. കാസ്പെറിൻ സ്ട്രിപ്പ് പക്ഷെ എല്ലായിടത്തും ഒന്നുമില്ല. എല്ലായിടത്തും ഒന്നുമില്ല. എവിടെ കാണുന്ന അറിയാലോ? എൻഡോഡർമിസ് ഓഫ് റൂട്ടിലാണ് കാസ്പെറിൻ സ്ട്രിപ്പ് കാണുന്നത്. സൂബറിൻ കാണുന്നത് എവിടെയാണ്? നമ്മൾ പഠിച്ച എവിടെയാണ്? ഇസ് ആൾസോ ഫൗണ്ട് ഇൻ ദ കോർക്ക് റീജിയൻ അല്ലേ? പക്ഷെ അതുകൊണ്ട് ഇത് തൽക്കാലം പറയണ്ട. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതും കാണാം. ഇവിടെ അത് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അനാറ്റമി പഠിച്ചിട്ടുണ്ട്. അത് ഓർത്തോളൂ. അപ്പോൾ ഈ പ്ലാന്റ്സിൽ എന്താ കാണാം? സെല്ലോസ് കാണാം, ഹെമിസെല്ലോസ് കാണാം, പെക്റ്റിൻ കാണാം, ലിഗ്നിൻ കാണാം. ലിഗ്നിന്റെ കാര്യം പുസ്തകത്തിൽ പറയുന്നത് പക്ഷേ ലിഗ്നിനുണ്ട്, പ്രോട്ടീൻ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കാണാം. പ്ലാന്റ് സെൽ വാളിൽ കാണാം. ഇതൊക്കെ എൻട്രൻസ് പോയിന്റുകളാണ്. ഓക്കെ. പരീക്ഷയ്ക്ക് എൻട്രൻസ് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടി അത് ശ്രദ്ധിച്ചുണ്ടാകും. ഇനി സെൽവാളിനെ കുറിച്ച് പറയാണ്. ഇതൊരു പ്ലാന്റിന്റെ 3 പ്ലാന്റ് സെൽ അല്ലെങ്കിൽ 4 പ്ലാന്റ് സെൽ, 5 പ്ലാന്റ് സെൽ ഇരിക്കുന്നത് വെച്ചു. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പ്ലാസ്മ മെംബ്രേൻ വായിക്കുകളുണ്ട്, എല്ലാം. ഓക്കെ. ഞാൻ ഇത്രയും റീജിയൻ പുറത്തേക്ക് എടുക്കുക. ഇത്രയും റീജിയൻ പുറത്തേക്ക് എടുക്കുക. If I am taking this region out, അപ്പൊ എങ്ങനെയിരിക്കും? ഞാൻ സെല്ല് പേരിടാം. ഇത് എ എന്ന സെല്ല്, ഇത് ബി എന്ന സെല്ല്, ഇത് സി എന്ന സെല്ല്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാം? ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഇത് പ്ലാസ്മ മെംബ്രേൻ ആണ്. പ്ലാസ്മ മെംബ്രേൻ, ഇതാണ് പ്ലാസ്മ മെംബ്രേൻ. ഇതാണ് സെല്ല്. ശരിയല്ലേ? ഇതാണ് പ്ലാസ്മ മെംബ്രേൻ. അപ്പൊ ഇത് സൈറ്റോപ്ലാസം, ഇത് സൈറ്റോപ്ലാസം, ഇത് സൈറ്റോപ്ലാസം. ഈ സെല്ലിനെ നമ്മൾ ഒട്ടിക്കുന്ന ഒരു പശയായി കാണപ്പെടുന്നത് ഇതിനെ വിളിക്കുകയാണ് മിഡിൽ ലാമെല്ല. മിഡിൽ ലാമെല്ല. ഈ മിഡിൽ ലാമെല്ല ആർക്ക് കാണപ്പെടുന്നു? ഈ സെല്ലിനും കോമൺ ആയിട്ട് കാണുന്നു. സോ ഇറ്റ്സ് എ കോമൺ ബോണ്ട് ബിറ്റ്വീൻ അഡ്ജസന്റ് സെൽ. ഈ സെല്ലിനെ ഒട്ടിച്ചു വയ്ക്കുന്ന കോമൺ ഭിത്തിയാണ് ഇത് മിഡിൽ ലാമെല്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ സെല്ലിന്റെ ആദ്യത്തെ ഭിത്തി, ഇത് കോമൺ ബോണ്ടാണ്. ബി എന്ന സെല്ലിന്റെ ആദ്യത്തെ ഭിത്തി എന്ന് പറയുന്നത് ഇതാണ്. ബി എന്ന സെല്ലിന്റെ ആദ്യത്തെ ഇതാണ് പ്രൈമറി ബോണ്ട്. പ്രൈമറി ബോണ്ട്. ഓക്കെ. ഇനി ഇതിനൊരു ഭിത്തി ഇവിടെ കാണും. ബി എന്ന സെല്ലിന്റെ രണ്ടാമത്തെ ഭിത്തി നോക്കാം.
ഇതാണ് ബി എന്ന സെല്ലിന്റെ രണ്ടാമത്തെ ഭിത്തി. This is called secondary wall. Secondary wall. അപ്പോൾ ഇനി ഞാൻ വരയ്ക്കാൻ വന്നത് എന്തോന്ന് പറയാം, ഇതെന്താണ്? ഇത് സി എന്ന സെല്ലിന്റെ ആദ്യത്തെ ഭിത്തി. ഇതെന്താണ്? എ എന്ന സെല്ലിന്റെ ആദ്യത്തെ ഭിത്തി. ആദ്യത്തെ ഭിത്തി. ഇപ്പൊ വരയ്ക്കാവുന്ന നോക്കൂ, ഇത് സി എന്ന സെല്ലിന്റെ രണ്ടാമത്തെ ഭിത്തി. ഇതോ എ എന്ന സെല്ലിന്റെ രണ്ടാമത്തെ ഭിത്തി. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ലേബൽ ചെയ്യാം. ഇത് ഈസ് മിഡിൽ ലാമല്ല. വാട്ട് ഈസ് മിഡിൽ ലാമല്ല? ഇറ്റ് ഈസ് എ സിമെന്റിംഗ് മെറ്റീരിയൽ ബിറ്റ്വീൻ അഡ്ജസന്റ്. സിമെന്റിംഗ് മെറ്റീരിയൽ ആണ്. ഈ മൂന്ന് സെല്ലുകളുടെ ഇടയ്ക്ക് കാണപ്പെടുന്ന സിമെന്റിംഗ് മെറ്റീരിയൽ ആണ് മിഡിൽ ലാമല്ല. അല്ലെ? ഇപ്പൊ നിങ്ങൾ രണ്ട് ചുടുവട്ടം എടുത്തു വെക്കും, രണ്ട് ചുടുവട്ടം അവർ ഒട്ടിക്കുക, അതിനിടയ്ക്ക് എന്തൊരു സിമെന്റ് വെക്കും. ഈ സിമെന്റിംഗ് മെറ്റീരിയൽ ഈ ഇതിന് കോമൺ അല്ലേ? സോ മിഡിൽ ലാമല്ല ഇസ് എ സിമെന്റിംഗ് മെറ്റീരിയൽ ബിറ്റ്വീൻ അഡ്ജസന്റ് സെൽസ്. ഇനി ഈ സെല്ലിന്റെ ഫസ്റ്റ് വാൾ ഏതാണ്? പ്രൈമറി വാൾ. ഈ സെല്ലിന്റെ ഫസ്റ്റ് വാൾ ഏതാണ്? പ്രൈമറി വാൾ. ഈ സെല്ലിന്റെ ഫസ്റ്റ് വാൾ ഏതാണ്? പ്രൈമറി വാൾ അല്ലേ? അത് കഴിഞ്ഞ് രണ്ടാമത്തെ വാൾ ഏതാണ്? സെക്കൻഡ് വാൾ. ഉള്ളിലോട്ടാണ് സെക്കൻഡ് വാൾ. സോ വാട്ട് ഈസ് പ്രൈമറി വാൾ? ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഫോംഡ് ഔട്ടർ വാൾ. ഇതല്ലേ സെല്ല്? അപ്പൊ അതിന്റെ ഔട്ടർ ഭിത്തിയല്ലേ ഇത്? ഫസ്റ്റ് ഫോംഡ് ഔട്ടർ വാൾ ഇസ് കാൾഡ് പ്രൈമറി വാൾ. സെക്കൻഡ് ഫോംഡ് ഇന്നർ വാൾ ഇസ് കാൾഡ് സെക്കൻഡറി വാൾ. ഇങ്ങനല്ലേ? അപ്പൊ ഇതെന്തോ പ്രൈമറി വാൾ, ഇതെന്തോ സെക്കൻഡറി വാൾ. ശരിയല്ലേ? ഇതെന്താണ് പ്രൈമറി വാൾ, ഇതെന്താണ് സെക്കൻഡറി വാൾ. ഫസ്റ്റ് ഫോംഡ് ഔട്ടർ വാൾ ഇസ് കാൾഡ് പ്രൈമറി വാൾ. സെക്കൻഡ് ഫോംഡ് ഇന്നർ വാൾ ഇസ് കാൾഡ് സെക്കൻഡറി വാൾ. ശരിയല്ലേ? സോ cell wall has how many layers? Primary wall and secondary wall. അല്ലെ? primary layer and secondary layer. അല്ലെ? So what is middle lamella? It is cementing material between adjacent cells. Cementing material between adjacent cells. മനസ്സിലായി? ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോ അടുത്തടുത്ത രണ്ട് മുറി, നിങ്ങളുടെ വീട്ടിൽ രണ്ട് മുറിയാണെന്ന് വെച്ചോ. ഓക്കെ, ഇതിന്റെ നടുക്ക് നമ്മൾ ചുടുകട്ട കൊണ്ട് കെട്ടി. ഈ ചുടുകട്ട കൊണ്ട് കെട്ടിയത് അപ്പുറം അപ്പുറം ഉള്ള മുറിക്ക് കോമൺ ആണ്. അതെന്താണെന്ന് കണക്കാക്കാം? ഇസ് കാൾഡ് മിഡിൽ ലാമല്ല. ഇനി ഈ മുറിയിൽ ഇങ്ങോട്ട് പെയിന്റ് അല്ല സിമെന്റ് തേച്ചു. ഈ മുറിയിൽ ഇങ്ങോട്ട് സിമെന്റ് തേച്ചു. അപ്പൊ അതല്ലേ ആദ്യം നമ്മൾ ചെയ്യുന്നത്? ഈ മുറിയിൽ അങ്ങോട്ടും സിമെന്റ് തേച്ചു. അതെന്താണ്? പ്രൈമറി വാൾ. ഇത് പ്രൈമറി വാളാണ്. ഈ മുറിയിൽ ഇങ്ങോട്ട് പെയിന്റ് അടിച്ചു, ഇവിടുന്ന് അങ്ങോട്ടും പെയിന്റ് അടിച്ചു. അതാണ് സെക്കൻഡറി വാളാണ്. പെയിന്റ് അടിച്ചത് സെക്കൻഡറി വാളാണ്. അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ചുടുവട്ടം കിട്ടുന്നു, അത് രണ്ട് മുറിക്കും കോമൺ ആണ്. ഇസ്കാണ്ട് മിഡിൽ ലാമല്ല. ഈ മുറിയിൽ പെയിന്റ് അടിക്കും, അതെന്താണ്? പ്രൈമറി വാൾ. സോറി, ഈ മുറിയിൽ സിമെന്റ് വെക്കും, അതെന്താണ്? പ്രൈമറി വാൾ. അപ്പുറത്തെ മുറിയിൽ നിന്ന് സിമെന്റ് വെക്കും, അതെന്താണ്? പ്രൈമറി വാൾ. ഈ മുറിയിൽ നിന്ന് പെയിന്റ് അടിക്കും, അതെന്താണ്? സെക്കൻഡറി വാൾ. ആ മുറിയിൽ നിന്ന് പെയിന്റ് അടിക്കും, അതാണ് സെക്കൻഡറി വാൾ. അപ്പോ നമുക്ക് പെയിന്റ് അടിച്ചിട്ടാണോ സിമെന്റ് ഇടുന്നത്, അതോ സിമെന്റിലാണോ പെയിന്റ് അടിക്കുന്നത്? ആദ്യം സിമെന്റ് ആഘോഷിക്കുന്നത്, അതല്ലേ ആദ്യം ഉണ്ടാകുന്നത്. അതാണ് പ്രൈമറി വാൾ. പിന്നീട് പെയിന്റ് അടിച്ചു, അപ്പോ സെക്കൻഡറി വാൾ. അപ്പൊ നിങ്ങൾക്ക് തോന്നുവാണ് കുറെ കൂടെ കട്ടി വേണം തോന്നുന്നത്, വീണ്ടും വീണ്ടും വസ്തുക്കളെ കൊണ്ട് അടിച്ച് ചേർക്കാം. എവിടെ അടിക്കാനൊക്കെ ഇപ്പൊ നമ്മൾ ഭിത്തി കുറെ കൂടെ കനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി വാളിലാണോ കനം കൂട്ടുന്നത്, സെക്കൻഡറി വാളിലാണോ? സെക്കൻഡറി വാളിലാണ് കനം കൂട്ടാൻ കഴിയുക അല്ലേ? അപ്പൊ ഇതനുസരിച്ച് അങ്ങനെ ഹൗ വിൽ യു ഡിഫൈൻ ദിസ് ഇസ് ദ ഫസ്റ്റ് ഫോംഡ് ഔട്ടർ വാൾ ഇസ് കാൾഡ് പ്രൈമറി വാൾ. ലേറ്റർ ഫോംഡ് ഇന്നർ വാൾ ഇസ് കാൾഡ് സെക്കൻഡറി വാൾ. വാട്ട് ഈസ് മിഡിൽ ലാമല്ല? ഇറ്റ് ഈസ് എ സിമെന്റിംഗ് മെറ്റീരിയൽ ബിറ്റ്വീൻ അഡ്ജസന്റ് സെൽ. രണ്ട് സെല്ലിൽ തമ്മിൽ ഒട്ടിക്കുന്ന പാശയാണ് മിഡിൽ ലാമല്ല. ഇത് ഈ ഭിത്തിയുടെ പ്രൈമറി വാൾ, ഇത് ഈ സെല്ലിന്റെ സെക്കൻഡറി വാൾ, ഇത് ഈ സെല്ലിന്റെ പ്രൈമറി വാൾ. ഇത് കാണുന്നത് രണ്ടാമത് അല്ലെ? ആദ്യം ഉണ്ടാകുന്നത് എപ്പോഴും പ്രൈമറി വാൾ ആയിരിക്കും, രണ്ടാമതുണ്ടാകുന്നത് സെക്കൻഡറി വാൾ. ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് സെൽ വാൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ സീ ചെയ്താൽ ഈ സെല്ലിന് വസ്തുക്കൾ നമ്മൾ കടന്നു പോകും? ഇല്ല. പക്ഷെ കടന്നൊരു വഴി ഇടണ്ടേ? നിങ്ങൾ വീട് വെക്കുമ്പോൾ 4 വശം അടച്ചു കെട്ടുകയാണോ ചെയ്യുന്നത്? ഒരു കയറാൻ വാതിലൊക്കെ തന്നെ. അതുപോലെ അങ്ങിങ്ങായിട്ടുണ്ടായിരിക്കും ചില ഓപ്പണിങ്ങുകൾ കാണും. ഈ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് പിറ്റ്സ്. ഈ പിറ്റിലൂടെ സൈറ്റോപ്ലാസം, ഈ സെല്ലിന്റെ സൈറ്റോപ്ലാസം ഇങ്ങനെ ഒഴുകും, ഈ സെല്ലിന്റെ സൈറ്റോപ്ലാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകും. അതാണ് ഇന്റർ കണക്ഷൻ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈറ്റോപ്ലാസത്തിന്റെ ഈ കണക്ഷൻ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡെസ്മാറ്റ. The cytoplasmic connection between adjacent cells is called plasmodesmata.
ഇത്രയേ ഉള്ളൂ. അപ്പൊ അഡീഷണൽ തിക്കനിങ് മെറ്റീരിയൽ എവിടെ വന്ന് ആഡ് ചെയ്യുന്ന ചോദിച്ചത് പ്രൈമറി വാളാണോ സെക്കൻഡറി വാളാണോ? സെക്കൻഡറി വാൾ. അകത്തേക്ക് വ്യക്തിയല്ല സെക്കൻഡറി വാൾ. അവിടേക്കെല്ലാം വീണ്ടും വസ്തുക്കൾ കൊണ്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങളൊരു ഫോട്ടോ ഒട്ടിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ സിമെന്റ് പെയിന്റ് അടിച്ചിട്ട് ഫോട്ടോ ഒട്ടിക്കുന്നത് സിമെന്റിലാണോ പെയിന്റിലാണോ? പെയിന്റിലാണ്. വീണ്ടും നിങ്ങൾ പെയിന്റ് അടിക്കുമ്പോൾ കട്ടി കൂടി വന്ന് ഭിത്തിക്ക് എങ്ങനെയാണ്? പെയിന്റിലല്ലേ അടിക്കുക അല്ലേ? അപ്പൊ ഈ സെക്കൻഡറി വാളിൽ നമുക്ക് കൂടുതൽ വസ്തുക്കൾ കൊണ്ടൊന്ന് ഒട്ടിക്കാനായിട്ട്. അപ്പൊ തിക്കനിങ് ഈസ് ഒക്കറിംഗ് ഇൻ ദ സെക്കൻഡറി വാൾ. അപ്പൊ ഒരു സെല്ലിൽ ഭാവിയിൽ കനം കൂടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് വസ്തുക്കൾ ഒന്ന് അടിയുന്നത്? സെക്കൻഡറി വാളിലാണ്. കഥ മനസ്സിലായല്ലോ? പറയുള്ളൂ. ഈ ഭാഗം ഇത് ഇതുപോലെ വരച്ചിട്ടുണ്ടേ പഠിക്കും. പുസ്തകത്തില്ല, പക്ഷെ വരച്ച് പഠിച്ചിരിക്കുന്നു. ഓക്കെ. വീണ്ടും ഞാൻ പറയുന്നു, മിഡിൽ ലാമെല്ല സിമെന്റിംഗ് മെറ്റീരിയൽ ബിറ്റ്വീൻ അഡ്ജസന്റ് സെൽ. Then primary was the first formed and outer wall is called primary wall. Later formed secondary wall is called secondary wall. Certain opening in the cell wall is called pit, through which cytoplasmic connection extending between adjacent is called plasmadosmata. Then plasmadosmata definition പറയുന്നു, is a cytoplasmic connection extending between adjacent cell through cell pore അല്ലെങ്കിൽ pit എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെ സൈറ്റോപ്ലാസം കൊണ്ട് ഒഴുകുന്നതിന് വിളിക്കുന്ന പേരാണ് ഇത് പ്ലാസ്മോഡോസ്മാറ്റ. മനസ്സിലായില്ല? ഇതാണ്. ഇനി ഒരു രണ്ടാം പോയിന്റ്, എന്ത് വസ്തു അഡീഷണൽ മെറ്റീരിയൽ എവിടാണോ എന്ന് അടിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി ആണ്. ഇനി മിഡിൽ ലാമെല്ല ഈസ് മേഡ് അപ്പ് ഓഫ്, അത് പഠിച്ചോണേ. മിഡിൽ ലാമെല്ല ഈസ് മേഡ് അപ്പ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം പെക്ടേറ്റ്. മിഡിൽ ലാമെല്ല ഈസ് മേഡ് അപ്പ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം പെക്ടേറ്റ്. അത് പഠിച്ചോണം. എന്നെ ശ്രമിച്ചു പോയി. മിഡിൽ ലാമെല്ല ഈസ് മേഡ് അപ്പ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം പെക്ടേറ്റ്. അപ്പൊ നിങ്ങൾ പിന്നെ പ്രൈമറി വാൾ സെക്കൻഡറി വാൾ എന്ന് വെച്ചിരുന്നു, ബോത്ത് ആർ മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. രണ്ടും നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ്. പ്രൈമറി വാൾ സെക്കൻഡറി വാൾ എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. പക്ഷേ സെല്ലുലോസിനകത്ത് അഡീഷണൽ ആയിട്ട് വീണ്ടും വസ്തുക്കളൊന്നും ഒട്ടും. അങ്ങനെ സെല്ലുവാണ് കട്ടി കൂടി വരും. അങ്ങനെ ഒട്ടുന്ന വസ്തുക്കളാണ് ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ, ലിഗ്നിൻ, സൂപ്പറിൻ. മനസ്സിലായോ? അഡീഷണൽ ആയിട്ട് ഒന്ന് ഒട്ടുന്ന വസ്തുവാണ് ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ, ലിഗ്നിൻ, സൂപ്പറിൻ. ഇതൊക്കെ സൈലത്തിലൊക്കെ വരുമ്പോൾ സൈലം ട്രക്കീഡ്, സൈലം വെസല്, അതുപോലെ സ്ക്ലീറോങ്ങീമ ഫൈബർ, സ്ക്ലീറോങ്ങീമ പിന്നെ സ്ക്ലീറീഡ്സ്, ഇതിനകത്തെല്ലാം ഇതൊക്കെ ഒന്ന് അടിഞ്ഞടിഞ്ഞാണ് കട്ടി കൂടുന്നത്. നിങ്ങൾ ഏത് സെല്ല് എടുത്താലും, ഇപ്പോൾ മെരിസ്റ്റമാറ്റിക് സെല്ലാണല്ലോ ഏറ്റവും തിന്നായിട്ടുള്ള സെല്ലുകളാണുള്ളത്. കാണുന്നത് എപ്പോഴും പോയല്ലേ? അതിന്റെ സ്ട്രക്ചറാണ് ഇത്. ഈ സ്ട്രക്ചർ അതിന്റെയാണ്. പിന്നെ കൂടുതൽ കട്ടിയുള്ള സെല്ലുകൾ എടുക്കുമ്പോൾ അതിനകത്ത് ലിഗ്നിൻ, പെക്റ്റിൻ, സൂപ്പറിൻ, ഹെമി സെല്ലോസ് ഒക്കെ വന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കട്ടി കൂടിക്കൊണ്ടേ. മനസ്സിലായോ? ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സെൽ വാൾ. ഓക്കെ. ഇത് ഇതുപോലെ വരച്ച് പഠിച്ചു. ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഹെഡിങ് ആണ്, എൻഡോ മെംബ്രെയിൻ സിസ്റ്റംസ്. എൻഡോ മെംബ്രെയിൻ സിസ്റ്റംസ് എന്താണ് പറയുക? എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗനൽ, ദേ ആർ ഇന്റർ കണക്റ്റഡ് വിത്ത് ദർ ഫംഗ്ഷൻ. അതായത് സെല്ലിലുള്ള ചില ഓർഗനുകൾ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എങ്ങനെ ഇന്റർ കണക്റ്റഡ്? ബൈ ദർ ഫംഗ്ഷൻസ്. തൊഴിൽപരമായ, അവരുടെ ജോലിപരമായ, ധർമ്മപരമായ അവർ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ഓർഗനിലെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റംസ്. ഇപ്പൊ നിങ്ങളെ ഒരു വീട്ടില് അച്ഛൻ, അമ്മ, 3 കുട്ടികൾ അല്ലെങ്കിൽ 2 കുട്ടികൾ, ഇവരെ ചേർത്തൊരു പേര് വിളിക്കുന്നതാണ് ഫാമിലി അല്ലെ, കുടുംബം എന്ന് വിളിക്കും അല്ലെ. എന്താ പറയുക വിളിക്കുന്നത്? അവർക്കൊരു തൊഴിൽപരമായിട്ടുള്ള, അവരുടെ ജോലിപരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്താണ്, അച്ഛൻ പുറത്തു പോയി ജോലി ചെയ്ത് സമ്പാദിച്ചുകൊണ്ട് വരുന്നു, അമ്മ അത് ചേർത്ത് ഭക്ഷണമൊക്കെ തയ്യാറാക്കി പാകം ചെയ്ത് വെക്കുന്നു, നിങ്ങൾ കുട്ടികളെ തിന്നു തീർക്കുന്നു അല്ലെ, അവരോടൊപ്പം തിന്നു തീർക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഒരു തൊഴിൽപരമായ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ കുടുംബം എന്ന് വിളിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സെല്ലിനകത്ത് ഒരുപാട് ഓർഗനുണ്ട്. മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ലൈസോസോം, റൈബോസോം, എൻഡോപ്ലാസ്മ റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, വാക്യൂള്, ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അതിലൊരു 4 ആശാന്മാര് അവയുടെ ഫംഗ്ഷൻ കൊണ്ട് കണക്റ്റഡ് ആണ്. അവയെ 4 ചേർത്ത് വിളിക്കുന്ന പേരാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റംസ്. ആരെയാണ് നോക്കൂ? 1 ER, എന്താണത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. 2 ഗോൾഗി അപ്പാരറ്റസ്. 3 വാക്യൂൾ. 4 ലൈസോസോം. ഈ 4 ആശാന്മാർക്ക് തൊഴിൽപരമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. സോ ദേ ആർ കാൾഡ്
എൻഡോ മെംബ്രെയിൻ സിസ്റ്റംസ്. ഇത് ആര് വരത്തില്ല? മൈറ്റോകോൺഡ്രിയ വരുമോ? ഇല്ല. ക്ലോറോപ്ലാസ്റ്റ് വരുമോ? ഇല്ല. അതുപോലെ തന്നെ പിന്നീട് ന്യൂക്ലിയസ് വരുമോ? ഇല്ല. അല്ലെങ്കിൽ സെൻട്രിയോൾ വരുമോ? ഇല്ല. പക്ഷേ ചോദിക്കും താഴെ പറയുന്നത് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വരാത്തത് ഏത്? ഇങ്ങനെയൊക്കെ എൻട്രൻസ് ചോദിക്കുന്നത് ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇവ കണക്റ്റഡ് എന്ന് നോക്കിയോളൂ. വാട്ട് ഈസ് ദ കണക്ഷൻ? അതായത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം വിൽ പ്രൊഡ്യൂസ് സെക്രീറ്റ് സർട്ടൻ ലിപ്പിഡ്സ്, ലിപ്പിഡ് പ്ലസ് പ്രോട്ടീൻ. ഇയാൾ എന്ത് ചെയ്യുന്ന ലിപ്പിഡ് പ്രോട്ടീൻ സെക്രീഷൻ ഉണ്ടാക്കത്തില്ല. അതിനെ ഇയാൾ അങ്ങോട്ട് കളക്ട് ചെയ്തതിനു ശേഷം പ്യൂരിഫൈ ചെയ്യും. പ്യൂരിഫൈ ചെയ്ത് പുറത്തേക്ക് വിടുന്ന ആശാന്മാരാണ് പുറത്തേക്ക് വിടുന്ന പ്യൂരിഫൈ ചെയ്തിട്ട് സഞ്ചിക്കകത്താക്കിയാണ് പുറത്തേക്ക്. ഈ സഞ്ചിയാണ് എന്ത്? ലൈസോസോം. ഓക്കെ, ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിൽ പ്രൊഡ്യൂസ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ ബൈ സെക്രീഷൻ that will be collected and purified and packed by Golgi apparatus. That packets are called lysosome. ഈ ലൈസോസോം സെല്ലാതെ വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ ചെയ്യും. അതായത് ഡൈജഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. സെല്ലിനുള്ളിൽ കുറെ ഡൈജസ്റ്റീവ് മെത്തേഡ്സ് ചെയ്യും. അതായത് ഗ്ലൂക്കോസ്, സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് ആക്കുന്നു, ലിപ്പിഡിനെ വിഘടിപ്പിക്കുന്നു, ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആകുന്നു. ഇങ്ങനെ കുറെ പ്രക്രിയകൾ ചെയ്യും. കാരണം ഇതിനകത്ത് ഇതെല്ലാം കുറെ എൻസൈമുകളാണ്. അപ്പോഴുണ്ടാകുന്ന പ്രോഡക്റ്റും വേസ്റ്റും പ്ലസ് വാട്ടർ, പിന്നെ അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം കൊണ്ടുവന്നാൽ ഇയാൾ കണക്ട് ചെയ്ത് സ്റ്റോർഡ് വാക്യൂം അല്ലേ. ഇവിടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രൊഡ്യൂസ് certain lipid and protein to be collected and purified by Golgi apparatus. The purified material will be released as vesicles called lysosome. This lysosome will perform so many hydrolytic functions. സെല്ലുകളിലും ശരീരത്തിലും ധാരാളം ഹൈഡ്രോളിക് ഫംഗ്ഷൻ സെല്ലുകളിൽ ചെയ്യും. അപ്പോഴുണ്ടാകുന്ന പ്രോഡക്റ്റിനകത്തുള്ളത് വേസ്റ്റും അധികമുള്ള വാട്ടറും എല്ലാം ഇതിനെ ആര് കളക്ട് ചെയ്യും? വാക്യൂൾ കളക്ട് ചെയ്യും. അപ്പൊ ഇവയുടെ ഫംഗ്ഷൻസ് ഇന്റർലേറ്റഡ്. സോ ദേ ആർ കോൾഡ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റംസ്. സോ ഇത് പറയുന്നില്ല, ദേ ആർ ഇന്റർ കണക്റ്റഡ് വിത്ത് ഫംഗ്ഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഇവിടെ കണക്ഷൻ പറയുന്നത് നിങ്ങൾ പഠിക്കുക. Endoplasmic reticulum will produce a certain lipid and protein as secretion. The secretion will be collected and purified by Golgi apparatus, and purified secretion will be released as vesicles called lysosome. This lysosome will perform so many functions inside the cell, and it will produce certain products and waste along with the water etc. will be stored in vacuole. Okay, that's all. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. ആദ്യം ER. എന്താണ് ഇയാളുടെ എക്സ്പാൻഷൻ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റെറ്റിക്കുലം എന്ന് പറയുന്നത് വലക്കണ്ണികളാണ്. വലക്കണ്ണികൾ കുറച്ച് മീൻ പിടിക്കുന്ന വലയില്ല, വലയുടെ പരസ്പരം അങ്ങോട്ട് കുരി കുരി കിടക്കുക. അതാണ് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് എന്നത് സൈറ്റോപ്ലാസ്മിൽ കാണപ്പെടുന്ന ചില വലക്കണ്ണികളാണ്. അത് എത്ര കൂടെ അർത്ഥം എന്താ നോക്കുക. They are network of tubular structures scattered in cytoplasm. അതായത് സൈറ്റോപ്ലാസം ചെതറി കിടക്കുന്ന ചില നെറ്റ്വർക്ക് ഓഫ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്. നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ വലക്കണ്ണികൾ, കുഴലി പോലെയുള്ള ചില വലക്കണ്ണികൾ ഇങ്ങനെ സൈറ്റോപ്ലാസം ചെതറി കിടക്കും. അതിനാണ് നമ്മൾ വിളിക്കുന്നത് എൻഡോപ്ലാസം. ഇന്ന് കുളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പായലൊക്കെ കിടക്കുന്ന പോലെ സൈറ്റോപ്ലാസം ഇങ്ങനെ കുറെ വലക്കണ്ണികൾ പോലെ ഇങ്ങനെ കിടക്കുന്ന കുറച്ച് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ് ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിന്റെ പടമൊക്കെ ഞാൻ ഇൻസൈറ്റ് ഇടുന്നുണ്ട്. അതായത് ഇതിപ്പോ ന്യൂക്ലിയസ് ആണെങ്കിൽ കീറുകയാണെങ്കിൽ നമ്മൾ പിന്നീട് പഠിക്കും. ന്യൂക്ലിയസിന് ന്യൂക്ലിയർ കോറൊക്കെ ഉണ്ട്. ഇത് ന്യൂക്ലിയോലസ്, ഇതിനകത്ത് ക്രോമസോംസ് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയായിട്ട് കാണപ്പെടുന്നത്. ഇങ്ങനെയാണ് ശരിക്കും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നത്. ചിലപ്പോൾ അല്ലാതെ ഇങ്ങനെ കാണപ്പെടുന്നത്. ന്യൂക്ലിയസിൽ അറ്റാച്ച് ചെയ്ത് കാണും, അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കാണപ്പെടുന്നത്. ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് seen attached with the nucleus or without attached with the nucleus. This is called the endoplasmic reticulum. So it is a network of tubular structures scattered in the cytoplasm. Cytoplasm is a cell scattered in the cytoplasm. Okay, nucleus on ചേർന്ന് ഇനി ഒരു പ്രത്യേകത അറിയാം, ഇത് രണ്ട് തരത്തിലുണ്ട്. ഇനി ഇതിവിടെ ഉള്ളത് കൊണ്ട്, ഈ എൻഡോപ്ലാസ്മിക് ഉള്ളത് കൊണ്ട് ഈ സൈറ്റോപ്ലാസത്തിലുള്ള ഈ സ്പേസിനെ രണ്ട് അറയായിട്ട് മാറ്റും. ഈ സംഭവം ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് ഈ സൈറ്റോപ്ലാസത്തിലുള്ള സ്പേസ് രണ്ടറയായിട്ട് മാറും.
അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ് മുറിയിൽ വലിയൊരു ബലൂൺ വീർപ്പിച്ച് വെക്കുവാണെങ്കിൽ ആ ക്ലാസ് മുറിയിൽ അകത്തുള്ള സ്പേസിനെ രണ്ടായി തരംതിരിക്കുക. ഒന്ന് ബലൂണിന്റെ അകത്തുള്ള സ്പേസ്, മറ്റൊന്ന് ബലൂണിന് പുറത്തുള്ള സ്പേസ് അല്ലേ. അതുപോലെ ഇതിന്റെ അകത്തുള്ള സ്പേസിനെ ഞാൻ വിളിക്കുകയാണ് ലൂമിനാർ സ്പേസ്. The space inside the ER is called luminal space. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് പറയും? ഇത് പുറത്തുള്ളത് is called extra luminal space. അങ്ങനെ വിളിച്ചൂടെ. ബലൂണിനകത്തുള്ള സ്ഥലം, ബലൂണിന് പുറത്തുള്ള സ്ഥലം. അതുപോലെ ER-നകത്തുള്ള സ്പേസിനെ ലൂമിനാർ സ്പേസ് എന്നും അതിന് പുറത്തുള്ളതിനെ എക്സ്ട്രാ ലൂമിനാർ സ്പേസ് എന്നും വിളിക്കും. സോ ER divides the intracellular space into two, such as luminal and extra luminal space. Intracellular എന്ന സെല്ലിന്റെ അകത്തുള്ള സ്പേസ് രണ്ടായി തരംതിരിക്കാം. ലൂമിനാർ സ്പേസ് എന്നും എക്സ്ട്രാ ലൂമിനാർ സ്പേസ് എന്നും. ഇനി ഈ ER-നോടൊപ്പം തന്നെ ചില കോശാംഗങ്ങളെ കാണാം. ഈ ഒട്ടിയിരിക്കുന്ന റൈബോസോമുകളാണ്. റൈബോസോം ഒട്ടിയിരിക്കുന്ന ER-കളുണ്ട്, റൈബോസോം ഒട്ടാത്ത ER-കളുണ്ട്. റൈബോസോം ഒട്ടിയിരിക്കുകയാണെങ്കിൽ അതിന്റെ പുറത്തൊരു വാരി തരി വരാതിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു മിഠായി തിന്നോണ്ട് റോഡിൽ പോവാണ്, കടത്തിയെടുത്തൊരു മിഠായി തിന്നോണ്ട് പോവാണ്, പെട്ടെന്ന് വാ തുറന്നപ്പോൾ വായിലെ മിഠായി മണ്ണിൽ വീഴും അല്ലേ. അപ്പൊ നോക്കി ആരും കണ്ടില്ല. നിങ്ങൾ എന്തെങ്കിലും മിഠായി എടുത്ത് വായിക്കാൻ ഇടുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യണമെന്നല്ല, ആ മിഠായിയുടെ ഉപരിതലം നല്ല സ്മൂത്ത് ആയിരിക്കും, റഫായിരിക്കും, തരി തരാതിരിക്കും, അല്ലെങ്കിൽ മണ്ണ് വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ റൈബോസോം വെച്ചിരിക്കുന്നുണ്ട്, ഇതിന്റെ ഉപരിതലം എങ്ങനെയായിരിക്കും? റഫായിരിക്കും. സോ ദിസ് ഇസ് കാൾഡ്, അങ്ങനെയാണെങ്കിൽ ഈ ER-ന്റെ പേര് റഫ് ER. റഫ് ER, അതിനെ RER എന്ന് പറയും. അപ്പൊ ഇതിൽ അങ്ങനെ ഇല്ലല്ലോ. സോ ഇറ്റ് ഇസ് കാൾഡ് സ്മൂത്ത് ER അഥവാ SER. ചുമ്മാ പരീക്ഷയ്ക്ക് എക്സ്പാൻഷൻ ചോദിച്ചുള്ള RER SER എക്സ്പാൻഡ് ചെയ്യാം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് എക്സ്പാൻഷൻ. ഇത് പഠിക്കാത്തൊരു വിധത്തില്ല. So which one is rough ER? Which is surface is attached with the ribosome. ഇനി what is smooth ER? Smooth ER is not attached with the ribosome. Ribosome attach ചെയ്യാത്ത ER-നാണ് സ്മൂത്ത് ER. ഇനി ഈ ER-ന്റെ ജോലി എന്താണ്? What's the function of ER? It's called lipid synthesis. Synthesis of lipid ആണ്. Synthesis of lipid ആണ് function of ER. അത് ER ചെയ്യും, ഇയാൾ ചെയ്യും, രണ്ടുപേരും ചെയ്യും അല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. റൈബോസോമിന്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പൊ റഫ് ER-ന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? റഫ് ER-ന്ന് എന്തൊക്കെ പുറത്തേക്ക് വരും? ലിപ്പിഡും വരും, പ്രോട്ടീനും വരും. ശരി. അപ്പൊ നിങ്ങളൊരു ചായപ്പഴം എടുത്താണ്, അവിടെ ദോശയും സാമ്പാറുമാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളൊരു അമ്മാവനോട് വരും അവിടെ താമസിക്കാനായിട്ട്. പുള്ളി പൊറോട്ട ഉണ്ടാക്കുന്നത്. പുള്ളി പറയും ഞാൻ പൊറോട്ട ഉണ്ടാക്കി ഞാനും വിറ്റോളൂ. അപ്പൊ കടയിലത്തെ ബോർഡ് ചെയ്ത് നിങ്ങൾ പോകും. നേരത്തെ ചോദിച്ചാൽ ദോശയും സാമ്പാറും വിൽക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും ദോശയും പൊറോട്ടയും സാമ്പാറും വിൽക്കും. കാരണം പൊറോട്ട ഉണ്ടാക്കുന്ന അമ്മാനാണെങ്കിലും കടയുടെ വിലയല്ലേ വരുന്നത്. അതേപോലെയാണ് ഇത് ER ഉണ്ടാക്കുന്നത് എന്താണ്? ലിപ്പിഡാണ്. പക്ഷെ റഫ് ER ആകുമ്പോൾ അതിനകത്ത് റൈബോസോമും പ്രോട്ടീൻ ഉണ്ടാവും. സോ വാട്ട് ഇസ് ദ സെക്രീഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ RER ആൻഡ് SER? SER പ്രൊഡ്യൂസസ് ലിപ്പിഡ് വേർ RER പ്രൊഡ്യൂസസ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. മനസ്സിലായില്ലേ? ഇതാ നേരത്തെ പറഞ്ഞ സെക്രീഷൻ നടത്തുന്നു. അപ്പം ദേ ആർ ദ സെക്രീറ്ററി ഓർഗൻ അല്ലേ. ഇവരുടെ ജോലി എന്താണ്? സെക്രീഷൻ ആണ്. ഫംഗ്ഷൻ ഈസ് സെക്രീഷൻ. ദേ ആർ സെക്രീറ്ററി ഓർഗനൽസ്. ഈ പടം അല്ല വരച്ചു വെക്കേണ്ടത്. പുസ്തകത്തിൽ കാണുന്ന ആ പടം വേണം വരച്ചു വെക്കാൻ. മെസ്സേജ് ഇടുന്നുണ്ട്, അതാണ് വരച്ചു വെക്കേണ്ടത്. ഓക്കെ, എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. സോ റഫ് ER പ്രൊഡ്യൂസസ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ, വേർ സ്മൂത്ത് ER പ്രൊഡ്യൂസസ് ഓൺലി ലിപ്പിഡ്സ് അല്ലെ, സിന്തസിസ് ലിപ്പിഡ്. സോ ER is a secretory organelle. പഠിച്ചോണം. വാട്ട് ഈസ് എ സെക്രീറ്ററി ഓർഗനൽ? സെക്രീറ്ററി ഓർഗനൽ ആരാണ്? It's called endoplasmic reticulum. അപ്പോൾ പഠിച്ചോണം, endoplasmic reticulum is the secretory organelle. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രീഷൻ ആണ്. പ്യൂരിഫൈങ് ഓർഗനൽ ആരാണെന്ന് വെച്ചാൽ പറഞ്ഞില്ല, ആരാണ്? That is called Golgi apparatus. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ, ഒരു കാര്യങ്ങൾ പഠിക്കാനുണ്ട്. The function of ER is synthesis of lipid ആണെങ്കിൽ in animalil എന്താണെന്ന് വെച്ചു? SER synthesis. ഇതാണ് steroidal proteins, steroidal hormones. steroid hormones animal ഉണ്ടാക്കുന്നവരാണ് SER. എൻട്രൻസ് ഒക്കെ ചോദിക്കുന്നത്, ഓടസിനെ ചോദിക്കാറില്ല. Who secretes steroidal hormone in animals? It is secreted by SER. steroidal hormone actually steroidal hormone ആണ്, ലിപ്പിഡ് ആണ്. ലിപ്പിഡ് സിന്തസിസ് ആണ്. സോ steroidal hormones ലിപ്പിഡ് ആണ്. ആരാ സിന്തസിസ് ചെയ്യുന്നത്?
SCR ആണ്. ഇത് അനിമൽ സെക്രട്ടറി പ്ലാന്റുണ്ട്. ആരാണ് സ്റ്റീറോയ്ഡ് ഹോർമോൺ? ഇതുപോലെ ആൻഡ്രോജൻ, ഈസ്ട്രോജൻ, ഇതൊക്കെ എന്താണ്? സ്റ്റീറോയ്ഡ് ഹോർമോൺ ആണ്. സെക്സ് ഹോർമോൺ എന്നാണ് അല്ലെ ആൻഡ്രോജൻ, ഈസ്ട്രോജൻ ഒക്കെ സെക്സ് ഹോർമോൺ. സെക്കൻഡറി സെക്സ് ഹോർമോൺ. എന്താണ് സെക്കൻഡറി സെക്സ് ഹോർമോൺ? പ്രൈമറി സെക്സും സെക്കൻഡറി സെക്സും എന്തുവാ? ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ് പ്രൈമറി സെക്സ്, പ്രൈമറി സെക്ഷൽ ക്യാരക്ടർ. ഓക്കെ. മെച്യൂരിറ്റി എത്തുമ്പോൾ കുറെ മാറ്റങ്ങൾ വരണം അല്ലെ. മെച്യൂരിറ്റി എത്തുമ്പോൾ ഒരാണ് മെച്യൂരിറ്റി എത്തുമ്പോൾ സെക്സ് ഹോർമോൺസ് ഉണ്ടാകണം. എങ്കിലേ അവന് മെച്യൂരിറ്റി എത്താനുള്ള അല്ലെങ്കിൽ മെച്യൂരിറ്റി എത്തുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാവുക. അതായത് സ്പേംസ് ഉണ്ടാവുക, മീശ വിളിക്കുക, താടി വിളിക്കുക അല്ലെ, പിന്നീട് ശബ്ദം റഫാവുക, മസ്കുലർ ഡെവലപ്മെന്റ് ഉണ്ടാവുക, മെയിൽനെസ് ആയി ഉണ്ടാവുക. ഒരു ആൺകുട്ടി ജനിച്ചെന്നതിൽ മെയിൽ ആൺകുട്ടി പുരുഷനാവുക എന്ന് പറയുന്ന വ്യത്യാസം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതാണ്? ആൻഡ്രോജനാണ്. അത്ര ആൻഡ്രോജൻ ഒക്കെ ഉണ്ടാകുന്നതാണ് ഇത്തരം സെല്ലുകളാകുന്ന ലിപിഡ് എന്നാണ്. അതുപോലെ ഫീമെയിൽനെസ് കാരണമായിട്ടുള്ള ഈസ്ട്രോജൻ അല്ലെ, ഇതൊക്കെ ഉണ്ടാകുന്നതാണ് SCR നിന്നാണ്. അത് ആരും മാത്രമേ ഉള്ളൂ? അനിമലേ ഉള്ളൂ. കാരണം പ്ലാന്റിന്റെ ആവശ്യമില്ലല്ലോ. ഹോർമോൺസ് സച്ച് ആസ് steroidal hormones are produced by SER. ഓക്കെ, ഇത്രയും പോയിന്റ് പഠിച്ചോളൂ. ഞാൻ വീണ്ടും പറഞ്ഞ കാര്യമില്ല. പോയിന്റ് പലവണത്തിൽ കേൾക്കുക, എഴുതി വെക്കുക. ഓക്കെ, പടം വരച്ചിട്ടു. ഇനി രണ്ടാമത്തെ എൻഡോമെംബ്രേൻ സിസ്റ്റംസ് ആണ് ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്ന ഈ ഓർഗൻ ഇത് 1898 കാമില്ലോ ഗോൾഗി എന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുകയാണ് ചെയ്തത്. എന്താണ്? ഇനി ഇതിന്റെ പ്രത്യേകത നോക്കണം. ഇതിനെ കുറിച്ചും പറയുന്നത് ഡെൻസ്ലി സ്റ്റെയിൻഡ് സ്ട്രക്ചേഴ്സ് ഫൗണ്ട് നിയർ ദ ന്യൂക്ലിയസ്. അതായത് ഒരു അനിമൽ സെല്ലിലെ പ്ലാന്റ് സെല്ലിൽ എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് അടുത്തായിട്ട് ഡെൻസ്ലി സ്റ്റെയിൻഡ് സ്ട്രക്ചർ കാണാം. ഡെൻസ്ലി സ്റ്റെയിൻ കൊടുക്കുവാണെങ്കിൽ കട്ടിക്ക് സ്റ്റെയിൻ പിടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഡീപ്പായിട്ട് നോക്കുമ്പോഴത്തെ എന്താണെന്ന് മനസ്സിലാക്കുക. സോ ഡെൻസ്ലി സ്റ്റെയിൻഡ് സ്ട്രക്ചർ നിയർ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് അടുത്തായി കാണപ്പെടുന്ന കുറച്ച് ഡെൻസ്ലി സ്റ്റെയിൻഡ് സ്ട്രക്ചർ ആണ് ഇങ്ങനെ കാണപ്പെടുന്നത്. കാണപ്പെടുന്നത് നമ്മൾ മാറ്റി വരച്ചാൽ ട്യൂബിലൈറ്റിസ്, ടു ഹാവ് സർട്ടൻ വെസിക്കിൾസ്, ദെൻ ലാമെല്ല, ഇങ്ങനെ കാണും. ആൻസോ ഇന്റർ കണക്ട്, പരസ്പരം കണക്റ്റഡായി. ചിലപ്പോൾ ഇവിടെ കണക്ഷൻ, അടുത്ത കണക്ഷൻ ഇവിടെ. അടുത്ത കണക്ഷൻ ഇത്തിരി താഴോട്ടായി. സോ ദിസ് കാർഡ് ലാമൽ, ഇതിന് ഓരോ പേരുണ്ട് കേട്ടോ. നോക്കൂ, ചിലത് ഫ്ലാറ്റ് ആയിരിക്കും കേട്ടോ. ചില ഫ്ലാറ്റ് ഇങ്ങനെ എല്ലാം പരന്നിരിക്കും. ചില ഫ്ലാറ്റ് പിന്നെ എങ്ങനെ ഡിസ്കിലേക്ക് ഡിസ്കിലേക്കാണ്. ഡിസ്ക് വയ്ക്കും. ഫ്ലാറ്റ് ഡിസ്കിലേക്ക്, സാക്കിലേക്ക് ഇങ്ങനെ കാണുന്നത്. മൊത്തത്തിൽ സിസ്റ്ററിനെ എന്നാണ് പറയുന്നത്. സിസ്റ്ററിനെ ചില സാക്ക് വരിക. സാക്ക് ഇതാണ് സാക്ക്, സഞ്ചി, സാക്ക്. ഫ്ലാറ്റ് ഇങ്ങനെ ചിലത് ഡിസ്ക് പോലെ ഇരിക്കും. പലതരത്തിൽ. സോ ഇവ മൊത്തത്തിൽ സിസ്റ്റർ. അപ്പൊ എത്ര സിസ്റ്ററിനെ ഉണ്ട്? ഫ്ലാറ്റിലേക്ക് സിസ്റ്ററിനെ ഉണ്ട്, ഡിസ്കിലേക്ക് സിസ്റ്ററിനെ ഉണ്ട്, സാക്കിലേക്ക് സിസ്റ്ററിനെ ഉണ്ട്. സോ ഈച്ച് കമ്പോണന്റ് ഓഫ് ഗോൾഗി അപ്പാരറ്റസ് കാൾഡ് സിസ്റ്ററിനെ. How many type of cisterns there? 3 type of cisterns. ഏതൊക്കെയാണ്? ഫ്ലാറ്റിലേക്ക്, ഡിസ്കിലേക്ക്, ആൻഡ് സാക്കിലേക്ക്. മൂന്ന് തരത്തിലുള്ളത്. പോയിന്റ് ചോദിക്കുന്നതല്ല. സോ there are 3 type of cisterns. ഏതൊക്കെയാണ്? ഫ്ലാറ്റിലേക്ക്, ഡിസ്കിലേക്ക്, ആൻഡ് സാക്കിലേക്ക്. നല്ല പേരുണ്ട്. നോക്കിയത് ഇത് സാക്കിലേക്കാണ് അല്ലെ. ഇത് ശരിക്കും പറയാം ബൈ കോൺവെക്സ് ആണ്, കോൺകേവ് ആണ്. ദിസ് ഇസ് ബൈ കോൺവെക്സ്. രണ്ടുമായിട്ട് ദിസ് കാൾഡ് ബൈ കോൺവെക്സ്. അപ്പൊ ഇതിനെ വിളിക്കുകയാണ് സിസ് അഥവാ ഫോമിംഗ് ഫേസ്. ഫോമിംഗ് ഫേസ് ബൈ കോൺവെക്സ് ആണ്. ഇത് നോക്കൂ, ബൈ കോൺകേവ്. ഇങ്ങനല്ലേ കോൺകേവ്? ഇങ്ങനല്ലേ ബൈ കോൺകേവ്. അതുപോലെ ഏകദേശം ബൈ കോൺകേവ് ഷേപ്പായിട്ട് ചെയ്യുന്നത് ട്രാൻസ് ഓർ മെച്ചുറിംഗ് ഫേസ്. ട്രാൻസ് അഥവാ മെച്ചുറിംഗ് ഫേസ്. അപ്പൊ ഇതിന് രണ്ടുതരം ഫേസസ് ഉണ്ട്. അതാണ് സിസ് ഫേസും ട്രാൻസ് ഫേസ് അഥവാ ഫോമിംഗ് ഫേസും മെച്ചുറിംഗ് ഫേസ്. സോ ഇതാണ് ഗോൾഗി അപ്പാരറ്റസ് സ്ട്രക്ചർ. എന്തൊക്കെയാണ് നോക്കുക? ഗോൾഗി അപ്പാരറ്റസ് മേഡ് അപ്പ് ഓഫ് സർട്ടൻ ട്യൂബുലർ സ്ട്രക്ചേഴ്സ്.
and each tubular structure is called cistern. It will be just like flat disc-like or sac-like, in which some are called biconvex, such is called cis-aza forming phase, and concave structure is called trans-aza maturing phase. Okay. ഇനി ഞാൻ പറഞ്ഞു ഇവ എപ്പോഴും ആരെടുത്താലും കാണപ്പെടുന്നത് ഗോൾഗി അപ്പാരറ്റസ്. ഇത് ഗോൾഗി അപ്പാരറ്റസ് ആണ്. സോറി, ഇത് ഇആർ പുറത്തേക്ക് വിടുന്ന ആ സെക്രീഷൻസിനെ ഇയാൾ കളക്ട് ചെയ്യും. ഇതിവിടെ പ്രവേശിക്കും. ഇയാൾ പുറത്തേക്ക് വിടുന്ന സെക്രീഷൻസ് ഈ ഫോമിംഗ് ഫേസിലൂടെ അകത്തോട്ട് പ്രവേശിക്കും. അകത്തേക്ക് പ്രവേശിച്ചതിൽ കൂടി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുമ്പോഴേക്കും ഇത് പ്യൂരിഫൈ ചെയ്യും. So through which phase of the Golgi apparatus the secretion of endoplasmic reticulum enters through the forming phase of the cyst phase. ഇതിലൂടെ പ്രവേശിക്കുമ്പോൾ ഇത് വീർത്ത് വരിക, അതിലൂടെ ഒഴുകി ഇവിടെ വന്നതിന് ശേഷം അത് പ്യൂരിഫൈ ചെയ്ത് ഈ ട്രാൻസ് ഫേസിൽ ഒരു ചെറിയൊരു സഞ്ചി പോലെ ഉണ്ടാക്കി അതിനകത്ത് നിറച്ച് ഒന്ന് പുറത്തോട്ട് കളഞ്ഞിട്ട് നേരത്തെ വിട്ടത് ഇത് വിട്ടോണ്ടിരിക്കുകയാണ്. ഇതാണ് ലൈസോസോം. അതായത് ഇയാൾ സെക്രീറ്റ് ചെയ്യുന്ന ലിപ്പിഡുകളെ ഈ സിസ് ഫേസ് അഥവാ ഫോമിംഗ് ഫേസിലൂടെ ഇയാൾ വലിച്ചെടുത്ത് ശരീരത്തിൽ ഇങ്ങനെ കറക്കി ഇവിടെ കൊണ്ടുപോയി പ്യൂരിഫൈ ചെയ്ത് നീറ്റ് ആക്കുക. അപ്പം നമ്മൾ ഓർക്കണം, ഇതിപ്പം RER ആണെങ്കിൽ ലിപ്പിഡ് പ്രോട്ടീനും കാണും അല്ലെ. ഇത് SCR ആണെങ്കിൽ ഒള്ളി ലിപ്പിഡ് മാത്രമേ കാണും. എന്താ വെച്ചാൽ അതിനെ ഇതിലൂടെ വലിച്ചെടുത്ത് പ്യൂരിഫൈ ചെയ്ത് സഞ്ചിയാക്കി പുറത്തേക്ക് കളയും. അങ്ങനെ സഞ്ചിയായി പോകുന്നത് ഇതാണ് ലൈസോസോം. ഇത് അപ്പൊ നിങ്ങളൊരു പാമ്പിനെ കൊണ്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പാമ്പ് ഭക്ഷണം അകത്തോട്ട് തലയും കൂടെ അല്ലേ, അതുപോലെ ഇതിലൂടെ പ്രവേശിച്ച് പുറത്തു. ഇപ്പൊ ഇതിന്റെ തലയെന്ന് പറയുന്ന ഭാഗം ഏതാണ്? ജസ്റ്റ് ലൈക്ക് എൻറ്ററിംഗ് പാർട്ട് ഓഫ് ദിസ് കാർഡ് സിസ് ഓഫ് ദ ഫോമിംഗ് ഫേസ്. ചോദിച്ചതാണ് which phase through which the secretions of ER enter into the Golgi apparatus. That is through cis or the forming phase. ആ പേര് അതന്നെ, ഫോമിംഗ് ഇങ്ങനെ വരുന്ന ഫോം ചെയ്ത് വരിക. നമ്മൾ കാറ്റടിക്കുമ്പോഴത്തേക്കും പരിപാടി ഇങ്ങനെ ഫോം ചെയ്ത് വരും, വീർത്ത് വരും. അല്ലെങ്കിൽ പുറത്തൊരു കടത്തിലൊന്ന് കുത്തുമ്പോഴത്തേക്കും അവിടെ കടത്തിലെ പറക്കം അവിടെ നീരിങ്ങനെ വന്ന് വീർത്ത് ഫോം ചെയ്ത് വരിക. അതാണ് ഫോമിംഗ് ഫേസ്. ഇതാണ് ട്രാൻസ് അതാ മെച്ചനിങ് എന്ന് വെച്ചാൽ എന്താ, വിളയിച്ചെടുക്കുക എന്നർത്ഥം, അല്ലെങ്കിൽ മെച്ചൂരിറ്റി എടുത്ത് നന്നാക്കി എടുക്കുക എന്നർത്ഥം. അത് അപ്പം നന്നാക്കി എടുക്കുന്ന ഫേസ് ആണ് ട്രാൻസ്. അതിന് പുറത്തുനിന്ന് പോകുന്ന അർത്ഥത്തിലാണ് ട്രാൻസ്. അർത്ഥത്തിലുണ്ട് രണ്ട് ഫേസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പുസ്തകത്തിലെ പടം തന്നെ വരച്ചെടുക്കണം. ഓക്കെ. What's the function of the Golgi apparatus? It's a purifying organelle. Purifying what? The secretion of endoplasmic reticulum. Well, if you want to ചോദിച്ചാൽ why Golgi apparatus is seen very close to the endoplasmic reticulum? Endoplasmic reticulum അടുത്തായിട്ടാണ് Golgi apparatus കാണുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് എഴുതണം? It is due to the function, because the function of Golgi apparatus is purifying the secretion of endoplasmic reticulum. So it will be always seen near to the endoplasmic reticulum. അല്ലെ, ഇപ്പൊ കടലിൽ മീൻ പിടിക്കാൻ വള്ളം ആയിട്ട് ഒരുപാട് മുക്കുവര് പോകും അല്ലെ. അപ്പം വള്ളം തിരിച്ചു വരുമ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി ആൾക്കാർ കരയിൽ നിൽക്കുന്നത് എവിടെ നിൽക്കുന്നത്? എവിടെ നിന്ന് പോയി നിൽക്കണം? അല്ല, വള്ളം അടുക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കണം വേണ്ടേ. അപ്പൊ അതിലൊരു തുറ അല്ലെങ്കിൽ ഒരു പോർട്ടൊക്കെ കാണും, അവിടെ പോയി നിൽക്കുന്നു. അവിടെ വള്ളം ഇരിക്കുന്നത്, അല്ല വള്ളം കടലിൽ ഇരിക്കുന്ന കണ്ടുകൊണ്ട് നിങ്ങൾ എവിടെ നിന്ന് പോയി നിന്നാൽ മതി. അതുപോലെ എവിടെയാണോ വള്ളം എടുക്കുന്നത് അവിടെ പോയി നിന്നാലേ മീൻ കിട്ടും. അപ്പൊ അവിടെ നിങ്ങൾ കാത്തിരിക്കുന്നത്. അതുപോലെയാണ് എവിടെയാണോ ഇയാളുള്ളത് അതിന്റെ അടുത്തായിരിക്കും കോഴിക്കാൻ പറ്റും. അയാളെ ജോലി കിട്ടുക, ഇയാളെ പുറത്തുനിന്ന് തന്നെ കളക്കുക എന്നുള്ളത് അല്ലെ. തേനീച്ച വളർത്തുന്ന ആൾക്കാർ പൂന്തോട്ടത്തിന് അടുത്തായിരിക്കും. പൂന്തോട്ടം വളരെ ദൂരെയാണെങ്കിൽ തേനീച്ചൂടെ അവിടെ കൊണ്ടുവയ്ക്കും. ശരിയല്ലേ? പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ഉണക്കുകാലത്തൊക്കെ തേനീച്ച കൊടുത്ത് റബ്ബർ തോട്ടത്ത് കൊണ്ടുവയ്ക്കത്തില്ല. എന്തിനാണ്? അവിടെ പോകുള്ളൂ. ഉണക്കാലത്ത് ബാക്കിയെല്ലാം വീടും കരിഞ്ഞു പോയി. എന്താ റബ്ബർ നോക്കുന്ന സമയമായിട്ട് അവിടെ കൊണ്ടുവയ്ക്കും. അതിനായിട്ട് ഇനി ഒരു പോയിന്റ് എക്സ്ട്രാ പറയാണ്, അത് പരീക്ഷ ചോദിക്കുന്നതാണ്. ഇതിന്റെ വലിപ്പം ഓർക്കണം കേട്ടോ. ഈ സിസ് ഫോം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് ഡിസ്കിലേക്ക് സാക്ക് എന്നൊക്കെ പറയുന്നതിന്റെ സൈസ് എൻട്രൻസ് ചോദിച്ചേക്കാം. 0.5 mm to 1.0 mm അത് വരെ കണ്ടു കേട്ടോ. അത് എൻട്രൻസ് പോയിന്റ് ആണ്. മില്ലിമൈക്രോൺ 0.5 to 1 mm ആയിരിക്കും ഇതിന്റെയൊക്കെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി കോൺസെൻട്രേറ്റിക്കലി അറേഞ്ച്ഡ് അറൌണ്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റിക്കലി അറേഞ്ച് ആണ്. ഇത് ന്യൂക്ലിയസ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയല്ലേ കാണപ്പെടും. അതാണ് കോൺസെൻട്രേറ്റിക്കലി അറേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. പാക്കേജിങ് അപ്പാരറ്റസ്, പ്യൂരിഫൈങ് ആൻഡ് പാക്കിംഗ്. നേരത്തെ പ്യൂരിഫൈങ് പറഞ്ഞത് ഫംഗ്ഷൻ എന്ന് പറയാം, പ്യൂരിഫൈങ് ആൻഡ് പാക്കിംഗ്. അല്ലേ, പ്യൂരിഫൈ ചെയ്ത് പാക്ക് ചെയ്യാണ് അല്ലേ. ബിസ്ക്കറ്റ് ഉണ്ടാക്കി കവറിനകത്താക്കിയാലും വിൽക്കാൻ പറ്റില്ല. അല്ല, ബിസ്ക്കറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് എത്തിക്കാത്ത തുറന്നു വെച്ചേക്കാണ് ചെയ്യുന്നത്. അല്ല, അപ്പോൾ പാക്കേജ് അപ്പാരറ്റസ്. സോ പ്യൂരിഫൈങ് ആൻഡ് പാക്കേജിങ് അപ്പാരറ്റസ് ആണ്. മെറ്റീരിയൽ ടു ബി പാക്ഡ് after secretion of ER, vesicles fuses with the cis form to move to the trans. Moving out of the trans phases called lysosome. പഠിക്കുന്നു. പിന്നെ വൈ സോ Golgi apparatus are always attached with ER. Point ആണ്. Then protein by ribosomes are modified in Golgi apparatus before releasing it in the trans phase. പ്രോട്ടീനും അതുപോലെ ഇപ്പോഴും എല്ലാം തന്നെ പുറത്തേക്ക് വിടും അല്ലേ. ഇനി ഒരു കാര്യം കണ്ടിട്ടുണ്ട്. It is also the site of glycoprotein and glycolipid. പഠിച്ചോ? This is the site of, site എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന സ്ഥലം, site of glycoprotein and glycolipids. ക്ലാസ് 1 പഠിച്ചപ്പം ലിപ്പിഡ്സ് ആർ ഗ്ലൈക്കോപ്രോട്ടീൻ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതുപോലെ. സോ നമ്മുടെ സെല്ലിൽ എവിടെയെങ്കിലും ഗ്ലൈക്കോപ്രോട്ടീനോ ഗ്ലൈക്കോലിപ്പിഡോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആരാ ഉണ്ടാക്കുന്നത്? ഈ ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഞാൻ എൻട്രൻസ് പോയിന്റ് വരെ പറയുന്നത്. സാധാരണ ഇതിൽ ചുമ്മാ ചോദിക്കത്തേ ഉള്ളൂ പാർട്ട് ഓഫ് ദ പാക്കിംഗ് അപ്പാരറ്റസ്, അല്ലെങ്കിൽ ചുമ്മാ മാച്ച് ദ ഫോളോയിങ് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. പക്ഷെ ഞാൻ എൻട്രൻസ് പോയിന്റുകളെല്ലാം ചേർത്ത് പറയുന്നുണ്ട്. എല്ലാം പഠിച്ചോണം. The site of synthesis of glycoprotein and glycolipid is Golgi apparatus. അപ്പൊ ഇത് നിങ്ങൾക്ക് ചോദിക്കണം, what is lysosome? That's a packages produced by Golgi apparatus. What contain inside the lysosome? The purified secretions of endoplasmic reticulum. What may be them? Lipid and protein. Who produce lipid and protein? Lipid is produced by SCR and RER, where protein is produced by RER. ശരിയല്ലേ? എല്ലാം പഠിച്ചോ. അപ്പൊ അടുത്ത എന്താണ്? ലൈസോസോം ആണ്. Third one is called lysosome. So third one. Third endomembrane system is called lysosome. They are a single membrane bound structure. ഒറ്റ മെംബ്രെയിനെ കൊണ്ട് സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് പാക്കേജസ് produced by Golgi apparatus. They are single membrane bound packages produced by Golgi apparatus. Golgi apparatus പുറത്തേക്ക് വിട്ട ഒറ്റ മെംബ്രെയിൻ കൊണ്ട് പോയിട്ടുള്ള സഞ്ചികളാണ്. സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾസ് ആണ്. contain what? Secretions of ER purified by Golgi apparatus. ശരിയല്ലേ? ഇതിനകത്തുള്ളത് എന്താ? നമ്മൾ നേരത്തെ പറയുന്നത് പ്രോട്ടീനുകളും ലിപ്പിഡുകളും ആയിരിക്കും. ലിപ്പിഡ് ഉണ്ടായിട്ടുള്ളത് ER ആണ്, പ്രോട്ടീൻ ഉണ്ടായിട്ടുള്ളത് റൈബോസോം ആണ് അല്ലേ. ഇതിനകത്ത് കാണപ്പെടുന്ന ഈ പ്രോട്ടീനുകളെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള എൻസൈമുകളുടെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. which contains, അപ്പോൾ അത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ കേട്ടോ. ലൈസോസോം contains hydrolytic enzymes. And hydrolytic enzymes, they are enzyme functioning in presence of water അല്ലെങ്കിൽ reacting in presence of water. വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്ന എൻസൈമുകളാണ് നമ്മൾ ഹൈഡ്രോലൈറ്റിക് എൻസൈം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹൈഡ്രോലൈറ്റിക് എൻസൈം ഉണ്ട്. ലിപ്പേസ്, പ്രോട്ടീസ്, അമിലേസ്, ന്യൂക്ലിയേസ്. നമ്മുടെ ദഹനരസങ്ങളെല്ലാം തന്നെ ഹൈഡ്രോലൈറ്റിക് ആണ്. വെള്ളത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് അല്ലേ. വെള്ളത്തിൽ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്ന എൻസൈമുകൾ വിളിക്കുന്നതാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. ആരാ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഗി അപ്പാരറ്റസ് അല്ല, പ്യൂരിഫൈ ചെയ്ത ഗോൾഗി അപ്പാരറ്റസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. പക്ഷേ these enzymes are commonly called as cytolytic enzymes such as lipase, protease, amylase, nuclease, etc. അടുത്ത പോയിന്റ്, they are more active in high pH, high acidic pH. Acidic pH ലാണ് കൂടുതൽ ആക്റ്റീവ് ആയി തരിക. അതൊരു പോയിന്റ് ആണ്. So they are more active in acidic pH. They are helping for the digestion of carbohydrate, protein, lipid, nucleic acid, etc.
അത് അസിഡിക് പി എച്ച് എന്താ ലെസ് ദാൻ 7 അല്ലേ? ലെസ് ദാൻ 7 ആണ്. 7 ആണ് ശരിക്കും ന്യൂട്രൽ, പിന്നെ 6, 5, 4 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ അസിഡിക്കായി. അത് ഹൈ അസിഡിക് പി എച്ച് ആണ് കൂടുതൽ ആക്ടിവിറ്റി. അതുകൊണ്ടാണ് നമ്മുടെ കുടലിൽ പ്രത്യേക അസിഡിക് കണ്ടീഷൻ ഉണ്ട്. ഏതാണത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ഇൻഡസ്ട്രി ഉണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ കുടലിൽ ധാരാളമായിട്ടുണ്ട്. നിങ്ങളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് സാധാരണ കോൺസെൻട്രേറ്റീവ് ആസിഡിനേക്കാൾ കൂടുതൽ കൊറോസീവാണ് അല്ലെ? ഈ അടുത്ത സിനിമക്കകത്ത് ഉണ്ടായിരുന്ന സിനിമയുടെ പേര് കമല എന്ന സിനിമയ്ക്കകത്ത് കാണുന്നത്. ആ ആസിഡ് തെറിച്ചെടുത്ത് ആളുകൾ മൂത്ത ഒഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. ശരി തന്നെയാണ്. ഭയങ്കര കൊറോസീവായിട്ട് ആസിഡാണ് നമ്മുടെ കുടലിലുള്ളത്. ഈ ആസിഡ് ഹൈലി കൊറോസീവ് ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ആസിഡിക് ആകുന്ന അത്രത്തോളം തന്നെ ഈ എൻസൈം മോർ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായത്? അപ്പോൾ ഈ ഒരു ആസിഡിന്റെ സാന്നിധ്യത്തിൽ ഇവ കൂടുതൽ ആക്റ്റീവ് ആവുകയും അതനുസരിച്ച് ദഹന പ്രക്രിയ കൂടുതൽ നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പൊ എന്തൊക്കെയാണ്? ലിപ്പിഡിനെ ദഹിപ്പിക്കുന്നു ലിപ്പേസ്, പ്രോട്ടീനെ ദഹിപ്പിക്കുന്നു പ്രോട്ടീസ്, കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കുന്നു അമിലേസ്, ന്യൂക്ലിക് ആസിഡ് ദഹിപ്പിക്കുന്നു ന്യൂക്ലിയേസ്. ഇതൊക്കെയാണ് എന്റെ പോയിട്ട് മനസ്സിലായല്ലോ. നമ്മൾ പറയാം. Lysosomes are single membrane bound packages produced by Golgi apparatus which contain cytolytic enzymes produced by endoplasmic reticulum and purified and packaged by Golgi apparatus. These enzymes are more active in acidic pH. The enzymes examples are lipase, protease, amylase and nuclease, and they are helping for the digestion of glucose, then the digestion of carbohydrate, lipid, protein, nucleic acid, etc. etc. ഇത്രയാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ. ഫോർത്ത് എൻഡോക്രൈൻ സിസ്റ്റം ആണ് വാക്യൂം. ഓക്കെ. വാക്യൂം എന്താ പറയാൻ? മെംബ്രെയിൻ ബൗണ്ട് സ്പേസ്. വാക്യൂമിനെ കുറിച്ച് വായിക്കാൻ ഞാൻ പ്ലാന്റ് സെല്ലാണെങ്കിൽ സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസം 90% വരെ കാണുന്നത് വലിയൊരു അറയാണ്, ന്യൂക്ലിയസ് ആണ്. വാക്യൂം. ഓക്കെ. പ്ലാന്റ് സെല്ലിനകത്ത് കാണപ്പെടുന്ന സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ഒരു വലിയൊരു വാട്ടർ ഫീൽഡ് ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു ചേംബർ ആണ് വാക്യൂം. നമുക്ക് മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് എന്നാണ്. സ്പേസ് എന്നുള്ള ശൂന്യതാണ്, അങ്ങനെയല്ല. അതിനകത്ത് ഫ്ലൂയിഡ് ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. അത് മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ആണ്. ഇത് മെംബ്രെയിൻ ബൗണ്ട് ചെയ്യാത്ത സ്പേസ് ആണ്. ഇത് മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ആണ്. അങ്ങനെ അർത്ഥം ലാർജ് ആണ്. 90% വരെ ഈ സൈറ്റോപ്ലാസത്തിന്റെ സ്പേസ് തന്നെ ഓക്യുപ്പൈ ചെയ്യും. സോ എന്തൊക്കെ പോയിന്റ്? ഒന്ന്, ഇസ് എ മെംബ്രെയിൻ ബൗണ്ട് സ്പേസ്. ഈ വാക്യൂം കണ്ടെയ്ൻ ഇതിനകത്ത് എന്താണെന്ന് പറയുന്നത്? കണ്ടെയ്ൻ വാട്ടർ പ്ലസ് ജലം കാണും, പ്ലസ് സാപ്പ്, സെല്ലിനകത്തുള്ള ഒരു സാപ്പ് ഉണ്ട്, പ്ലസ് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ്, എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസസ് and other materials not useful to cell. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ യൂറിനറി ബ്ലാഡർ പോലെയാണ് ഈ സെല്ലിന്റെ വാക്യൂം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ യൂറിനറി ബ്ലാഡറിനകത്ത് എന്താ ഉള്ളത്? യൂറിൻ. അല്ല, അതിനകത്ത് ജലം, നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത ലവണങ്ങൾ, വേണ്ടാത്ത വേസ്റ്റ് വസ്തുക്കൾ എല്ലാം കാണും അല്ലെ? അത് പുറത്തുള്ളതല്ലേ ചെയ്യുന്നത്. അതേപോലെയാണ് എന്താണ് ഇതിനകത്ത് എന്താ കാണുന്ന പറഞ്ഞാൽ വാക്യൂം കണ്ടെയ്ൻ വാട്ടർ, സാപ്പ്, എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ്, സെല്ല് വേണ്ടാത്ത വിസർജ്യ വസ്തുക്കൾ, ആൻഡ് അതർ മെറ്റീരിയൽസ്, സെല്ല് വേണ്ടാത്ത എന്തെല്ലാം ഉണ്ടോ അത് നോട്ട് യൂസ്ഫുൾ ടു അതെല്ലാം ഉണ്ടായിരിക്കും. ആൻഡ് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ സെൽസ് ആർ വാക്യൂം ആണ്. സെൽസ് ആർ അഥവാ വാക്യുലാർസ് ആർ. ഈ വാക്യൂളിനകത്തുള്ള ആ ഫ്ലൂയിഡിനെ വിളിക്കുകയാണ് സെൽസ് ആർ അഥവാ വാക്യുലാർസ് ആർ. ആൻഡ് ദ മെംബ്രെയിൻ ഈസ് കാൾഡ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ്. സോ വാക്യൂളിന്റെ സ്പേസ് മെംബ്രെയിന്റെ പേരെന്താണ്? ടോണോപ്ലാസ്റ്റ്. ഫ്ലൂയിഡിന്റെ പേരെന്താണ്? സെൽസ് അഥവാ വാക്യുലാർസ്. വാക്യുലാർ എന്തെല്ലാം ഉണ്ട്? വാട്ടർ ഉണ്ട്, സാപ്പ് ഉണ്ട്, എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസസ് ഉണ്ട്, ആൻഡ് അതർ മെറ്റീരിയൽസ് ദാറ്റ് ആർ നോട്ട് ആർ നീഡഡ് ബൈ പ്ലാന്റ് സെൽ. സെല്ലിനകത്ത് വേണ്ടാത്ത എല്ലാ വസ്തുവും കൊണ്ടുവച്ചു. ജസ്റ്റ് ലൈക്ക് യൂറിനറി ബ്ലാഡർ ഹ്യൂമൻ. മനസ്സിലായി? മനുഷ്യന്റെ ഒരു സെല്ലായിട്ട് നടക്കുവാണെങ്കിൽ യൂറിനറി ബ്ലാഡർ ആണ് ശരിക്കും സെല്ലിന്റെ ഒരു വാക്യൂം. അങ്ങനെ ചിന്തിച്ചാൽ ഇത് പരീക്ഷ ചോദിക്കുന്നത് അറിയാമോ? അതായത്
സൈറ്റോപ്ലാസം, രണ്ടു കുത്ത് പ്ലാസ്മ മെംബ്രെയിൻ, എന്നിട്ട് വാക്യൂൾ, രണ്ടു കുത്ത് ഡാഷ് അല്ലേ. അപ്പൊ സൈറ്റോപ്ലാസം, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വെച്ചാൽ സൈറ്റോപ്ലാസത്തെ പൊതിയുന്ന മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. അങ്ങനെയാണെങ്കിൽ വാക്യൂളിന്റെ മെംബ്രെയിന്റെ പേര് എന്താണ്? ടോണോപ്ലാസം എന്നാണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് സെൽസാപ്പ്, രണ്ടു കുത്ത് ഡാഷ്, അങ്ങനെ ചോദിക്കാം. അപ്പൊ എല്ലാം ടോണോപ്ലാസം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസം, പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ഒരു ഫ്ലൂയിഡാണ്, പൊതു മെംബ്രെയിനാണ് പ്ലാസ്മ മെംബ്രെയിൻ. അങ്ങനെയാണെങ്കിൽ സെൽസാപ്പ് ഒരു ഫ്ലൂയിഡാണ്, പൊതു മെംബ്രെയിന്റെ പേരാണ് വാക്യൂൾ. പക്ഷെ ഒരുപാട് പേര് സെൽസാപ്പിന്റെ പൊതു മെംബ്രെയിന്റെ പേര് ടോണോപ്ലാസം എന്നാണ്. പക്ഷെ പരീക്ഷയ്ക്ക് പലപ്പോഴും വാക്യൂൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പരീക്ഷയ്ക്ക് ആദ്യമൊക്കെ ചോദിച്ച മാർക്ക് കൊടുക്കാൻ പറഞ്ഞു, ഇതേ ചോദ്യം രണ്ടാമത്തെ പരീക്ഷയ്ക്ക് മാർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ തീരുമാനം എടുക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ ഇങ്ങനെ പഠിക്കുക, നിങ്ങൾ ഈ ബന്ധം നോക്കുക. സൈറ്റോപ്ലാസം ഒരു ഫ്ലൂയിഡാണ്, പൊതിയുന്ന മെംബ്രെയിൻ പ്ലാസ്മ മെംബ്രെയിൻ. സെൽസാപ്പ് ഒരു ഫ്ലൂയിഡാണ്, പൊതിയുന്ന മെംബ്രെയിൻ ടോണോപ്ലാസ്റ്റ് ആണ്. വാക്യൂൾ എന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ മെംബ്രെയിൻ തന്നെ എഴുതിയേ കൊടുത്തുള്ളൂ. എന്താണ് വാക്യൂളിന്റെ മെംബ്രെയിൻ? ടോണോപ്ലാസ്റ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പോയിന്റിലേക്ക് തിരിച്ചു വരുവാണ്. വാക്യൂൾ ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ഫൗണ്ട് ഇൻസൈഡ് പ്ലാന്റ് സെൽ. It contains water, sap, excretory substances and other non-materials, other material that is not needed by plant cell. It is a single main membrane bound structure called tonoplast, and in plant cell it is about 90%. Plant cell inde 90% ഇതിന്റെ സ്പേസ്. ഇനി ഇതിനകത്തോട്ട് ഈ വേസ്റ്റ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതനുസരിച്ച് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, ഇവിടെ ഒരു സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ടെന്ന് വെച്ചു. അപ്പൊ തുല്യമാണല്ലോ. ഓക്കെ. പക്ഷെ ഇതൊരു വേസ്റ്റാണ്. അപ്പോൾ ഇതിവിടെ മാറ്റിയല്ലോ ഒക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ തുല്യമാണെങ്കിൽ പോലും വീണ്ടും ഇങ്ങോട്ട് തന്നെ കിടക്കും. ഇവിടെ നേരത്തെ ഇവിടെ ഇപ്പം 15 ഉണ്ട്, ഇവിടെ 10 ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറുന്ന തടസ്സമില്ല. കാരണം കോൺസെൻട്രേഷൻ എഗൻസ്റ്റ് ആണ്. ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതൽ, ഇവിടെ കുറവാണ്. പക്ഷേ ഈ 15 അകത്ത് ഇവിടെ എത്ര 25 ആയി. അപ്പൊ ഇവിടെ എത്രയാണ്? 0 ആയി അല്ലേ. അപ്പൊ തിരിച്ചിറങ്ങുമോ? ഇല്ല. തിരിച്ചറിയാൻ പിന്നെ ഈ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ബ്ലഡിലുള്ള വേസ്റ്റും അതുപോലെ അധികമുള്ള ജലമാണ് യൂറിൻ ബ്ലഡ് ശേഖരിച്ചെടുക്കുന്നത്. അപ്പോഴത്തെ ബ്ലഡിനകത്തിന്റെ അളവ് കുറയത്തില്ല. അപ്പൊ തിരിച്ചറിഞ്ഞ് ബ്ലഡിൽ പോകുമോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? The tonoplast allows the passage of solute concentration into the cell sap against concentration gradients, not along concentration gradients. അതായത് ഇവിടെ എത്ര ഉണ്ടെന്നുള്ളത് നോക്കാതെ ഇവിടെ എത്ര ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിക്കൊണ്ടേ. സാധാരണഗതിയിൽ ഇവിടെ തുല്യമായ പ്രക്രിയ നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെയല്ല. ടോണോപ്ലാസ്റ്റ് allow the passage of solute through it against concentration gradients. അത് കേട്ടുള്ള എന്താണെന്ന്? So in plant tonoplast help for transport of ion against concentration gradients in the cells. അയോണുകളെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ് എഗൻസ്റ്റ് ആയിട്ട് തന്നെ കടത്തിവിടും. അതുകൊണ്ട് തന്നെ സെൽസാപ്പിലുള്ള അയോണുകളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും സൈറ്റോപ്ലാസത്തേക്കാൾ കൂടുതലായിരിക്കും. അതായത് സൈറ്റോപ്ലാസത്തിലുള്ള അയോണുകളുടെ കോൺസെൻട്രേഷൻ സെൽസാപ്പിനെ അങ്ങോട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ സൈറ്റോപ്ലാസത്തിലുള്ള അയോണുകൾ വേസ്റ്റ് ആണ്, വേണ്ട, നീക്കം ചെയ്യേണ്ടതാണ്. അത് സെൽസാപ്പിലേക്ക് കടത്തിവിടും. ആര്? ടോണോപ്ലാസ്റ്റ്. എലോങ് ആണോ എഗൻസ്റ്റ് ആണോ? എഗൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഇവിടെ ഇപ്പം 10 ഉള്ളൂ, ഇവിടെ 25 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ തിരിച്ചാണ് ഇറങ്ങേണ്ടത്. പക്ഷെ അങ്ങനെ ഇറങ്ങിയാൽ ഈ വേസ്റ്റിനെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ 10 ആണെങ്കിൽ 10 തന്നെ അകത്തോട്ട് കയറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അപ്പൊ ഇത് 35 ആവുകയും ഇവിടെ 0 ആവുകയും ചെയ്യും. മനസ്സിലായില്ല? ഈ ഒരു മൂവ്മെന്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ് എഗൻസ്റ്റ് ആണ്. ഇത് ആര് ചെയ്യുന്നതാണ്? ടോണോപ്ലാസ്റ്റ് ചെയ്യുന്നതാണ്. വീണ്ടും ഞാൻ പറയുന്നു, in plant tonoplast help for the transport of ions against concentration gradients into the cell sap. So solute concentration or ion concentration in the cell sap will be higher than cytoplasm. അത്രേ ഉള്ളൂ. അതിന് അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിലേ ഇത് വേസ്റ്റ് ചോദ്യം പറ്റുള്ളൂ അല്ലേ. ഇനി അമീബയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള ഈ വാക്യൂളുകൾക്ക് എന്താണ്? കോൺട്രാക്റ്റൈൽ വാക്യൂൾ. കോൺട്രാക്റ്റൈൽ വാക്യൂൾ. അതുപോലെ തന്നെ ഇതിനകത്ത് ഫുഡ് വാക്യൂളും കാണും. സോ ഇൻ അമീബ there are 2 types of vacuoles. ഇതൊക്കെയാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ ആൻഡ് ഫുഡ് വാക്യൂൾ. കാരണം അമീബ ഭക്ഷണം കഴിക്കുന്ന അങ്ങനെയല്ല. അമീബ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ഇതിൽ ഫുഡാണ് അമീബയ്ക്കുള്ളത്. അമീബ ഇവിടെ വരുവാണെങ്കിൽ ഈ അമീബ ഇങ്ങനെ വളർന്നതിന് ശേഷം ഇതിന് മൊത്തത്തിൽ ഇതിനകത്താക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത് ഫുഡ് വാക്യൂളാണ്. സോ അമീബ there are 2 types of vacuoles. എന്തൊക്കെയാണ്? ഫുഡ് വാക്യൂൾസ് ആൻഡ്
കോൺട്രാക്റ്റൈൽ വായ്ക്കൾ. കോൺട്രാക്റ്റൈൽ വായ്ക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്യുന്നത്. വേസ്റ്റ് അവിടെ നിറഞ്ഞ് അതിങ്ങനെ വരുമ്പോഴത്തേക്ക് എന്നിട്ട് ഒരു വശത്തേക്ക് വന്നതിന് ശേഷം ഇങ്ങോട്ട് നീങ്ങി ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്, പുറത്തേക്ക് തള്ളി കളയുക ചെയ്യും. കുറച്ചുകൂടെ 5ാം ക്ലാസ് പഠിക്കുന്നത് അമീബയുടെ വിസർജനം എങ്ങനെ നടക്കുന്നതാണ്. സോ അമീബ ടൂട്ടേബ് വൈക്കിൾസ് ഒക്കെയാണ് കോൺട്രാക്റ്റൈൽ വൈക്കിൾ ആൻഡ് ഫുഡ് വൈക്കിൾ. ഫുഡ് വൈക്കിൾ എങ്ങനെ ഉണ്ടാകുന്നത്? ഫുഡിനെ എൻഗൾഫ് ചെയ്യുന്ന വഴി ഉണ്ടാകുന്നതാണ്. പിന്നെ ഗ്യാസ് വൈക്കിൾ ഉണ്ടാകുന്നത് നേരത്തെ പഠിച്ചു. ഫോട്ടോസിന്തറ്റിക് ആൽഗയ്ക്കകത്തിലെ ഗ്യാസ് വൈക്കിൾ ഉണ്ടാകും, അത് ബോയിങ്സ് കൊടുക്കും, നേരത്തെ പഠിച്ചു. അതിന്റെ കാര്യം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എൻഡോമെംബ്രേൻ സിസ്റ്റംസ് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഓർഗനെ കുറിച്ച് പഠിക്കാം. അതിന്റെ പേര് മൈറ്റോകോൺട്രിയ എന്നാണ്. മൈറ്റോകോൺട്രിയ പ്ലൂറൽ ആണ്, സിംഗുലർ ആണെങ്കിൽ മൈറ്റോകോൺട്രിയോൺ എന്നാണ്. മൈറ്റോകോൺട്രിയോൺ എന്നാണ് പ്ലൂറൽ, സോറി സിംഗുലർ. മൈറ്റോകോൺട്രിയ പ്ലൂറൽ ആണ്. എന്താണ് നോക്കുക? ഇതിന് വേറെ ചില പേരുകളുണ്ട്, അത് പുസ്തകത്തിലില്ല. അതിന് പേര് പ്ലാസ്റ്റോസോം എന്ന് വിളിക്കും, കോൺട്രിയോസോം എന്ന് വിളിക്കും. അതുപോലെ തന്നെ പ്ലാസ്റ്റോസോം ആൻഡ് കോൺട്രിയോസോം, അങ്ങനെ 2 പേരുകൂടി ഇതിനുണ്ട്. ഇനി ഇതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ്? സ്ഫെറിക്കൽ ഓർ ഗ്രാനുലാർ ഓർ സോസേജ്. Spherical or granular or sausage shaped body is found in the cytoplasm. അതാണ് ഡെഫിനിഷൻ. നമ്മൾ മെംബ്രെയിൻ ബൗണ്ട് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് ആരെയാണ്? ഗോൾഗി ബോഡീസിനെ കുറിച്ച് അല്ല എൻഡോപ്ലാസ്മിനെ കുറിച്ച് പറഞ്ഞ പോലെ they are called certain spherical or granular or sausage shaped structures found in the cytoplasm discovered by Kolliker and Fleming 1882 കണ്ടുപിടിച്ച. കൊളിക്കർ ആൻഡ് ഫ്ലെമിംഗ് 1882 കണ്ടുപിടിച്ച ഒരു ഓർഗനാണ്. ഓക്കെ, ഇത് സൈസ് എൻട്രൻസ് പോയിന്റ് ആണ്. സൈസ് നീളമായിട്ടാണ് സൈസ് എന്ന് പറയുന്നത്. നീളം 1 to 4 mm, വിഡ്ത്ത് 0.2 to 1 mm. ഇതിന് ഒരു ആവറേജ് സൈസ് ഉണ്ട് 0.5 mm. ഇത് എൻട്രൻസ് ചോദിക്കും വാട്ട് ഇസ് ആവറേജ് സൈസ് ഓഫ് മൈറ്റോകോൺട്രിയ. ഈ നീളം, വീതി, കനം ഇതൊക്കെയാണ് ഇതിന് എൻട്രൻസിന്റെ പ്രധാന പോയിന്റുകൾ. അപ്പോൾ ഇതാണ് ഇതിന്റെ സൈസ്. നീളം 1 to 4 mm, തിക്നെസ് എന്ന് പറയുന്നത് 0.2 mm, ആവറേജ് സൈസ് 0.5 mm. ഇതൊക്കെ എൻട്രൻസ് പോയിന്റ്. ഓക്കെ, അടുത്ത പോയിന്റ് ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ അല്ല, 2 മെംബ്രെയിൻ ഉണ്ട്. ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ഇതിനകത്തുള്ള സ്പേസ് മൊത്തത്തിൽ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അകത്തുള്ള ഈ അക്വസ് അല്ലെങ്കിൽ അകത്തുള്ള സ്പേസിന് നമ്മൾ എന്താ പറയുക? ഒരു പേര് കൊടുക്കുന്നത് നമുക്ക് സ്കഡ് ഔട്ടർ മെംബ്രെയിൻ, ഇത് ഇന്റർ മെംബ്രെയിൻ. അപ്പൊ ഈ ഇന്റർ മെംബ്രെയിൻ ഉള്ളത് കൊണ്ട് ഈ സ്പേസിനെ 2ആയിട്ട് തിരിക്കുക. ഒന്ന് ഇത് അകത്ത് അല്ലെ, ഇത് പുറത്ത്, ഈ സ്പേസിന്റെ ഇടയിലുള്ള സ്പേസ്. അപ്പോ ഈ ഇന്റർ മെംബ്രെയിൻ എല്ലാവരുടെയും ഒറ്റ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്റർ മെംബ്രെയിൻ ഉള്ളത് കൊണ്ട് ഇതിനകത്തുള്ള സ്പേസ് 2ആയി മാറി അല്ലെ. സോ അത് നമ്മൾ വേറെ പേര് വിളിക്കുകയാണ് വാട്ടർ ഫീൽഡ് അക്വസ് കമ്പാർട്ട്മെന്റ് ഇന്റർ ആൻഡ് ഔട്ടർ. ഇന്റർ കമ്പാർട്ട്മെന്റ് ഇസ് കാൾഡ് മാട്രിക്സ്. Due to the presence of inner membrane, the aqueous compartment is divided into 2 spaces. The inner space is called matrix, and the outer space between inner and outer membrane is called the perimitochondrial space. It's called perimitochondrial space. Or intermembrane space എന്ന് പറയാം. 2 മെംബ്രെയിൻ ഇടയ്ക്കുള്ള സ്പേസ് എന്ന് വിളിക്കാം. അപ്പോൾ due to the presence of the inner membrane, the space inside the mitochondria is divided into 2 compartments. The inner large compartment is called the matrix, and the smaller compartment between 2 membranes is called the perimitochondrial space. Okay. മനസ്സിലായി. ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്ന ഇന്റർ മെംബ്രെയിന്, ഇന്റർ മെംബ്രെയിൻ ഇൻഫോൾഡിംഗ് കാൾഡ് ക്രിസ്റ്റേൻ. നമ്മൾ ക്രിസ്റ്റേൻ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു 3D പടം എടുത്തിരിക്കുന്നത് അല്ലേ, ഇങ്ങനെ മുറിച്ചത്.
ഇങ്ങനെ പടം എടുത്തിരിക്കുന്നത് അല്ലേ? ഇൻസൈഡിലാണ്. അത് ഇത് തന്നെയാണ് സംഭവം. ഞാൻ ചെത്തി കീറി കളഞ്ഞത്. ഒരു ചക്ക എടുത്ത് വെച്ചിട്ട് ഞാൻ ചെത്തി ആദ്യം കളഞ്ഞങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഭാഗം കളഞ്ഞങ്ങനെ ഇരിക്കും. ആ പടമാണ് അത് ചെത്തിയിരിക്കുന്നത്. പക്ഷെ ഈ പടവും പഠിക്കണം, ആ പടവും പഠിക്കണം, വരച്ച് പഠിക്കണം. പഠിക്കണം. ലാബിലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? ദീസ് മെംബ്രെയിൻസ് ആർ ഡിവൈഡഡ് ലൂമൻ ഇൻടു അക്വസ് കമ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇൻടു ഇന്നർ ആൻഡ് ഔട്ടർ ചേമ്പേഴ്സ്. അത് ഈ സ്പേസ് മൊത്തത്തിൽ ലൂമൻ എന്ന് വിളിക്കാം. അതിനെ ഈ ഇന്നർ മെംബ്രെയിനുള്ള രണ്ട് കമ്പാർട്ട്മെന്റ് ആക്കി മാറ്റി. ഇത് ലാർജ് സ്പേസ് ഓഫ് ദ ലൂമൻ ഇസ് കാൾഡ് മാട്രിക്സ് ആൻഡ് സ്മാൾ സ്പേസ് ഇസ് കാൾഡ് പെരി മൈറ്റോകോൺഡ്രിയൽ സ്പേസ്. ഓക്കെ. ഇന്നർ ഇൻഫോൾഡിങ്സ് ഓഫ് ദ ഇന്നർ മെംബ്രെയിൻ ഇസ് കാൾഡ് ക്രിസ്റ്റേ. എന്താണ് ക്രിസ്റ്റേ കൊണ്ടുള്ള നേട്ടം? ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നർ മെംബ്രെയിനിൽ കൂടുതൽ സ്പേസ് വേണം. കാരണം അവിടെയാണ് ഒരുപാട് എൻസൈമുകൾ ഇരിക്കുന്നത്. പക്ഷെ അതിന് ഒരുപാട് വലുതാകാനൊക്കെ കാരണം ഔട്ടർ മെംബ്രെയിൻ ചെറുതായിട്ട്, അതുകൊണ്ടാണ് മടക്കുകൾ ഉണ്ടായത്. ഔട്ടർ മെംബ്രെയിൻ ചെറുതായി പോയി, ഇന്നർ മെംബ്രെയിൻ വലുതാവുകയും ചെയ്തപ്പോൾ അതാണ് വലുതാകേണ്ടിയിരിക്കുന്നത്. അതിനാണ് കൂടുതൽ ഫംഗ്ഷൻസ് ഉള്ളത്. അത് മടങ്ങിയിരിക്കുന്നത് അല്ലെ. ഇൻക്രീസസ് ദ സർഫസ്. ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂട്ടുന്നു. ക്രിസ്റ്റയുടെ പ്രയോജനങ്ങളാണ്. It increases the surface area. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? The inner membrane has specific enzyme for action. എല്ലാ മെംബ്രെയിനും സ്പെസിഫിക് എൻസൈം ഫോർ ആക്ഷൻ. ഇന്റർ മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. എന്നാൽ ഇന്റർ മെംബ്രെയിൻ കൂടുതൽ എൻസൈം ഉള്ളൂ ഫോർ ആക്ഷൻ. എന്തൊക്കെയാണ് ആക്ഷൻ നോക്കുകയുള്ളൂ? ഇറ്റ് പ്രൊഡ്യൂസസ് സെല്ലുലാർ എനർജി ഇൻടു ATP. ATP ഉണ്ടാകും. ATP എനർജി സ്റ്റോർ ചെയ്യാൻ ഉണ്ടാക്കുന്നതാണ് ചോദിക്കുന്നത്. മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ക്രിസ്റ്റയുടെ നാട്ടം പറയാം. ക്രിസ്റ്റ ഹെൽപ്പ് ഫോർ ഇൻക്രീസിംഗ് ദ സർഫസ് ഏരിയ. ഇനി മൈറ്റോകോൺഡ്രിയ എന്താണ് നടക്കുന്നത് നോക്കിക്കോളൂ. ഒന്ന്, ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. The site of oxidative phosphorylation. The site of synthesis of energy. Energy is stored in ATP. Energy എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ATP സ്റ്റോർ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ മൈറ്റോകോൺഡ്രിയ is called power house of the cell. മൈറ്റോകോൺഡ്രിയ വിളിക്കുന്നത് എന്താണ്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഫംഗ്ഷൻ മൈറ്റോകോൺഡ്രിയ വന്നിട്ട് സൈറ്റ് ഓഫ് ദ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അതെന്താ ഞാൻ പറയാം. ഇത് സൈറ്റ് ഓഫ് സിന്തസിസ് ഓഫ് എനർജി. എനർജി ഉണ്ടാകുന്ന സ്ഥലം അവിടെയാണ്. And it is energy stored in ATP. So, since these three reactions are occurring in the mitochondria is called the powerhouse of the cell. Why? The energy is produced, stored and distributed by the mitochondria. In cell, energy is produced. Energy ഉണ്ടാകുന്നത്, അത് സ്റ്റോർ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? മൈറ്റോകോൺഡ്രിയ. ഇത് ഇടുക്കിയിൽ ഒരു പവർ ഹൗസ് ഉണ്ടല്ലോ. അവിടെ എന്താ നടക്കുന്നത്? വൈദ്യുതി എടുക്കും അല്ലെ, അത് അവിടെ സംഭരിച്ചു വെക്കും, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യും. കമ്പി വഴി വിതരണം ചെയ്യും. മൂന്ന് ചെയ്യുന്നുണ്ട്. അതിനോട് പവർ ഹൗസ്. അതുപോലെ മൈറ്റോകോൺഡ്രിയ സെല്ലിൽ എനർജി ഉണ്ടാക്കുന്നു, സംഭരിക്കുന്നു, വിതരണം ചെയ്യുന്നു. എവിടെയാണ് സംഭരിക്കുന്നത്? ATP-ലാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി അല്ലെ. അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി എനർജി ഉണ്ടാക്കുന്നതാണ്. അതാണ് സൈറ്റ് ഓഫ് എനർജി സിന്തസിസ്. ആൻഡ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ATP. Okay, so this is why this mitochondria is called powerhouse of the cell. Why mitochondria is called powerhouse of the cell? And who is the powerhouse of the cell? It is called mitochondria. Why? Because it is a site of synthesis of energy, and it is energy stored in ATP, and the energy is produced by oxidative phosphorylation. And due to these three functions, this mitochondria is called powerhouse of the cell. Remember, what is crystal? See, infoldings of plasma membranes are infoldings of the inner membrane of mitochondria is called crystal. What is the function? It increases the surface area.
and both membrane contain so many enzymes for respiration and more enzymes are found inside the inner membrane. എല്ലാം പോയിന്റുകളാണ്. ഇനി എന്താണ് ഈ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്? അത് ഞാൻ പറയാം. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോബിക് റെസ്പിറേഷൻ ആണ്. എയറോബിക് റെസ്പിറേഷൻ. ഓക്കെ, എന്താണ് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് C6H12O6 പ്ലസ് ഓക്സിജൻ 6O2 നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ, ആ ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റും. ഇതാണ് എന്ത്? എയറോബിക് റെസ്പിറേഷൻ. ഈ പ്രക്രിയ നടക്കുമ്പോൾ കുറച്ച് എനർജി ഉണ്ടാകും. എനർജി എവിടെ സ്റ്റോർ ചെയ്യുന്നു? ATP സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ATP എങ്ങനെ ഉണ്ടാകുന്നത്? ADP പ്ലസ് P, ഇങ്ങനെയാണ് ATP ഉണ്ടാകുന്നത്. ADP എന്ന് വെച്ചാൽ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. ഇതാണ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. ഒരു ഫോസ്ഫേറ്റ് ഒട്ടിക്കുകയാണെങ്കിൽ അത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആവും. അതാണ് ADP പ്ലസ് P ATP. അപ്പൊ ഇങ്ങനെയാണ് ഒട്ടിക്കുന്ന ഒരു ബോണ്ട് ഉണ്ടാകും. ഈ ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? എനർജിയാണ്. ഈ എനർജി എവിടെ നിൽക്കും? ഈ എനർജി ആയിട്ട് എടുക്കും. ഓക്കെ, ഇവിടെ പറയുന്നു ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ജലമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എയറോബിക് റെസ്പിറേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എനർജി ഫ്രീ ആകും. അതിനെവിടെയാണ് E, അതാണ് എനർജി. ഈ എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ADPയെ പിയുമായി ചേർത്ത് ATP ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ADP എന്ന് പറയുന്നത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആണ്. അതിനകത്തൊരു P കൂടി ഒട്ടിക്കുമ്പോൾ അത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയി മാറും. അത് ഒട്ടിക്കണമെങ്കിൽ ബോണ്ട് ഉണ്ടാക്കണം. ഈ ബോണ്ടാണ് എനർജി. അപ്പൊ ഈ എനർജി ഈ ബോണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ATPക്കകത്ത് എന്തിരിപ്പോണ്ട്? എനർജി ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്നത് ബോണ്ട് എനർജി ആയിട്ട് ഇരിപ്പുണ്ട്, അല്ലെ? ഈ ATP എന്ന പ്രക്രിയയാണ് ഫോസ്ഫോറിലേഷൻ. ADPയെ പിയുമായി ചേർത്ത് ATP എന്ന പ്രക്രിയ നമ്മൾ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കാം. ആ ഫോസ്ഫോറിലേഷൻ എന്തുകൊണ്ടാണ് നടന്നത്? ഈ ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ചതുകൊണ്ടല്ലേ? അതിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ATP ഉണ്ടായ പ്രക്രിയ എന്ന് വിളിക്കാം. ദിസ് കാൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. മനസ്സിലായോ? അപ്പോ mitochondria is the site of aerobic respiration. What is aerobic respiration? It's a breakdown of glucose in presence of oxygen producing carbon dioxide of water. What's the byproduct? Energy. Energy is stored in which form? It is stored in ADP plus P into ATP. So ATP got energy ഉണ്ട്. ആ എനർജി എവിടെ ആയിരിക്കുന്നത്? ബോണ്ട് ആയിട്ടാണ്. ഏത് ബോണ്ട്? മൂന്നാമത്തെ ബോണ്ട്, മൂന്നാമത്തെ ഫോസ്ഫേറ്റ് ചേരാനുള്ള ബോണ്ട്. അതാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഥവാ ATP. ATPക്കകത്ത് എനർജി ഇരിപ്പുണ്ട്. ഈ ATP ഉണ്ടായ പ്രക്രിയ നമുക്ക് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കാം. ADP പ്ലസ് P = ഫോസ്ഫോറിലേഷൻ. അപ്പൊ ആ ഫോസ്ഫോറിലേഷൻ നടക്കാൻ കാര്യം ഈ ഓക്സിഡേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രക്രിയ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. സൈറ്റ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇത് മനസ്സിലായല്ലോ. ഇതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ എന്ന് വിളിക്കുന്നത് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിംഗ് എനർജി, സ്റ്റോറിംഗ് എനർജി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എനർജി. ഈ പ്രക്രിയ മൊത്തത്തിൽ നടക്കുന്നത് ക്രെബ്സ് സൈക്കിൾ ആക്കാണ്. നിങ്ങൾ പഠിക്കും ക്രെബ്സ് സൈക്കിൾ, ഗ്ലൈക്കോളിസിസ് എന്നീ പേരുകൾ നിങ്ങൾ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ക്രെബ്സ് സൈക്കിൾ, ഗ്ലൈക്കോളിസിസ് എന്നീ പേരുകൾ ഈ റിയാക്ഷനുകൾ നിങ്ങൾ നിങ്ങൾ പഠിക്കും. ഇനി ഒരു കാര്യം കൂടി, മാട്രിക്സ് എന്തെല്ലാമാണ്? വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് പ്രസൻസ് ഇൻ ദ മാട്രിക്സ്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എൻസൈം ഫോർ റെസ്പിറേഷൻ കാണുമല്ലോ, ഉറപ്പാണ്. സോ മാട്രിക്സ് കണ്ടെയ്ൻ എൻസൈം ഫോർ റെസ്പിറേഷൻ. ദെൻ മാട്രിക്സിനകത്ത് 70S type of ribosome ഉണ്ട്. 70S type of ribosome അതെന്താണ്? നമ്മൾ യൂക്കാരിയോട്ട് സെല്ലിനകത്ത് 80S type of ribosome അല്ല കാണുന്നത്. പക്ഷെ ഇതിനകത്ത് എന്തുണ്ട്? 70S type of ribosome ഉണ്ട് മാട്രിക്സിൽ. അപ്പൊ നിങ്ങൾ ഓർക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും പ്രോകാരിയോട്ട് റൈബോസോം ഈസ് 70S. ഡു ഇറ്റ് ഹാസ് ഇൻ യുവർ ബോഡി? ഇത് നിങ്ങളുടെ ശരീരത്തിലുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ശരീരത്തെ റൈബോസോം എത്രയാണ്? 80S ആണ്. യൂഷ്വലി 80S ആണ് നിങ്ങളുടെ ശരീരത്തെ റൈബോസോം. പക്ഷേ 70S type of ribosome ഉണ്ടോ? ഉണ്ട്. എവിടെ ഉണ്ട്? മൈറ്റോകോൺട്രിയക്കകത്ത്. ആൾസോ ഇറ്റ് കണ്ടെയ്ൻ സിംഗിൾ സർക്കുലർ DNA. സിംഗിൾ സർക്കുലർ DNA ഉണ്ട്. ഇനി റൈബോസോമുകളുടെ ജോലി എന്തുവായിരിക്കും? പ്രോട്ടീൻ സിന്തസിസ് നടക്കും. അപ്പം എൻസൈം ഫോർ പ്രോട്ടീൻ സിന്തസിസ് എന്നാണ്. എൻസൈം ഫോർ റെസ്പിറേഷൻ ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ മാട്രിക്സിനകത്ത് എന്തെല്ലാം ഉണ്ട്? എൻസൈം ഫോർ റെസ്പിറേഷൻ, എൻസൈം ഫോർ പ്രോട്ടീൻ സിന്തസിസ് and 70S type of ribosome, also single circular DNA. അത്രയുണ്ട്.
ഇനി ഒരു കാര്യം പറയാം, ദിസ് മൈറ്റോകോൺഡ്രിയ ഡിവൈഡ് ബൈ ഫിഷൻ. ബാക്ടീരിയ രണ്ടായി ഡിവൈഡ് ചെയ്യുന്ന പോലെ മൈറ്റോകോൺഡ്രിയ ഡിവൈഡ് ചെയ്യും. മാത്രമല്ല ഇറ്റ് ഈസ് എ സെമി ഓട്ടോണമസ് ഓർഗനൽ. സെമി ഓട്ടോണമസ് ഓർഗനലാണ്. എന്താണ് സെമി ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ? ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം ഭരണം. ഓട്ടോണമസ് കോളേജ് കേട്ടിട്ടുണ്ടോ? അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാം, ആ കോളേജിൽ ഇഷ്ടമുള്ള അഡ്മിഷൻ കൊടുക്കാം, ഇഷ്ടമുള്ളവരെ സാറായിട്ട് വെക്കാം, ഇഷ്ടമുള്ളവരെ പഠിപ്പിക്കാം. അവിടെ ചിലവില്ലാതെ നോക്കണം, സർക്കാർ പൈസ കൊടുക്കുക. അതാണ് ഓട്ടോണമസ് കോളേജ്. ഇപ്പൊ നിങ്ങൾ ഓട്ടോണമസ് ആണോ? അല്ല. നിങ്ങൾക്ക് ഓട്ടോണമസ് അല്ല. നിങ്ങൾ അച്ഛൻ സിനിമ പൈസ വേണം, അച്ഛൻ മത്സരത്തിലേക്ക് പോകണ്ട, പൈസ ഇല്ല, അച്ഛൻ നേരിടുന്ന ജീവിതമല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഓട്ടോണമസ് അല്ല. എന്നാൽ നാളെ നിങ്ങൾ ജോലിയെ കിട്ടി 1 ലക്ഷം ശമ്പളം വാങ്ങും, അച്ഛൻ അച്ഛൻ സിനിമയ്ക്ക് വേണം, അച്ഛൻ പറഞ്ഞ് പോണ്ട, നിങ്ങളെന്താ പറയും? പോണ്ടേ, ഞങ്ങളെ പൈസയിലേക്ക് പോകാം, ഞങ്ങൾ വിളിക്കോ അല്ലേ? അപ്പൊ നിങ്ങൾ ഓട്ടോണമസ് ആയി കഴിഞ്ഞു, അച്ഛനെ നിങ്ങൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തീരുമാനം നിങ്ങൾ സ്വയം എടുക്കും. ഇതുപോലെയാണ് മൈറ്റോകോൺഡ്രിയയ്ക്ക് സ്വന്തമായി എന്തുണ്ട്? സിംഗിൾ സർക്കുലർ DNA ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരു ന്യൂക്ലിയസ് എന്തുകൊണ്ട് ആ സെല്ല് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്? ന്യൂക്ലിയസിനകത്ത് DNA ഉള്ളത്. DNA ആണ് കൺട്രോളിംഗ് ബോഡി. അപ്പൊ DNA ഉള്ള ഒരാൾക്ക് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും. ഒരു സെല്ലുള്ള എല്ലാ കാര്യങ്ങളെയും സെൻട്രൽ കൺട്രോളിംഗ് ബോഡിയായിട്ട് ന്യൂക്ലിയസ് പ്രവർത്തിക്കാനാണ് DNA ഉള്ളത്. അപ്പൊ അതേ DNA ആക്കുണ്ടല്ലോ, അതുകൊണ്ട് ഇയാളെ കാര്യം സ്വയം തീരുമാനിക്കും. അതുകൊണ്ട് മൈറ്റോകോൺഡ്രിയ എന്താണ്? സെമി ഓട്ടോണമസ് ഓർഗനലാണ് കൃഷി ഉപയോഗിക്കും. Why mitochondria is a semi-autonomous organ? Because it can decide its own processes like when to produce energy. എപ്പോൾ എനർജി ആണ് തീരുമാനിക്കും, when to divide ആണ് തീരുമാനിക്കും. കാരണം അയാളെ സ്വന്തമായിട്ട് എന്തുണ്ട്? DNA ഉണ്ട്. മനസ്സിലായോ? ഒരു ആശ വേറെ. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി ഒന്നിട്ട് പോയിട്ട് പറയാം, ഇത്രയും ഒന്നും പറഞ്ഞാൽ പറയാം. ഞാൻ പറഞ്ഞു മൈറ്റോകോൺഡ്രിയ ആർ spherical or sausage or granular structures found inside the cytoplasm discovered by Kolliker in 1892. They have double membrane structure, inner membrane and outer membrane. Mitochondria double membrane bound ആണ്, lysosome single membrane bound ആണ്, endoplasmic reticulum single membrane bound ആണ്, Golgi apart single membrane bound ആണ്. പക്ഷേ mitochondria double membrane bound ആണ്, ribosome non membrane bound ആണ്. അതാണ് this inner membrane has an inverted guarding state, increases the surface area. Both membrane hold so many enzymes for respiration. Then the space inside the mitochondria is called a lumen. And due to the presence of inner membrane, lumen is divided into 2 chambers. The large chamber is called matrix and small chamber is called perimitochondrial space. Then inner membrane contains an inverted guarding state which increases in the surface area. Then coming to the function of the mitochondria, the site of oxidative phosphorylation, the site of energy synthesis, and it is stored in ATP or the site of synthesis of ATP in the body. Because ATP is energy required. What is oxidative phosphorylation? It is aerobic respiration. What is that? That is dividing glucose with the help of oxygen, air, producing carbon dioxide and water, releasing energy. That energy is stored in ATP. Why? Adding P with the ADP. ADP plus P is equal to ATP. ATP is phosphorylation. Since this phosphorylation is occurring by the energy produced from oxidation, it is called oxidative phosphorylation. The matters contain so many structures such as enzyme for respiration, enzyme for photosynthesis, it contains 7 ribosome, single circular DNA, and it is dividing by fission and also a semi-autonomous organelle because it contains its own DNA. Bacteria the mesosome polar infolding 7 type of ribosome, single circular DNA, dividing by fission. This is theory. The evolution of the കാലഘട്ടത്തിലെന്നോ യൂക്കാരിയോട്ട് സെല്ലുകളിൽ കടന്നു കൂടിയ ഒരു ബാക്ടീരിയയാണ് ഈ മൈറ്റോകോൺഡ്രിയ എന്നാണ് ഒട്ടുമിക്ക സയൻസുകൾ പറയുന്നത്. അത് ശരിയുമാണ്, കാരണം അതനുസരിച്ചുള്ള തെളിവുകളെല്ലാം കിടക്കുന്നത്. എൻഡോസിംബയോണ്ട് ഹൈപ്പോത്തസിസ് എന്നാണ്. നമ്മുടെ കുറേ ധാരണ ബാക്ടീരിയ നമ്മളോട് സിംഗിളായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ചില ബാക്ടീരിയ നമ്മുടെ സെല്ലുകളിൽ കടന്നുകൂടി
സിംബയോട്ടിക് ആയിട്ട് ജീവിക്കുന്നതാണ് മൈറ്റോകോൺട്രിയ എന്നാണ് ശാസ്ത്രലോകം വിവക്ഷിക്കുന്നത്. ഇതിനെ എൻഡോസിംബയോട്ടിക് ഹൈപ്പോത്തസിസ് പറയാം. പലവണ്ണം കേൾക്കുക, സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇത് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിനെ കെമിക്കൽ ഫാക്ടർ ഓഫ് സെൽ എന്ന് പറയാനുണ്ടോ, പഠിക്കണം. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങളായിട്ട് പഠിക്കുക. എൻ്റെ ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കുക, പടം വരയ്ക്കുക, ബോർഡിലുള്ള പടങ്ങളും പുസ്തകങ്ങളുടെ പടങ്ങളെല്ലാം വരയ്ക്കുക. ഓക്കെ.